ഓണം എക്സാം നിങ്ങൾക്ക് സ്റ്റാർട്ട് ചെയ്യാറായി. അപ്പോൾ 10th സ്റ്റാൻഡേർഡിൻ്റെ ഇംഗ്ലീഷിലെ ഒരു പ്രീവിയസ് ഇയർ എക്സാം ക്വസ്റ്റ്യൻ പേപ്പറാണ് നമ്മൾ വീഡിയോയിൽ ഷെയർ ചെയ്യുന്നത് കേട്ടോ. എപ്പോഴും നിങ്ങൾ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് നല്ല രീതിയിൽ റെഫർ ചെയ്യുക. കാരണം അതിൽ നിന്ന് എപ്പോഴും നിങ്ങൾക്ക് റിപ്പീറ്റഡ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് വരും. റിപ്പീറ്റഡ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് തന്നെയാണ് ഓരോ എക്സാം ക്വസ്റ്റ്യൻ പേപ്പറിലും വരാറ് കേട്ടോ. അപ്പോൾ ഇവിടെ സിലബസ് മാറിയ കാരണം നമ്മൾ കഴിഞ്ഞ വർഷത്തെയാണ് എടുത്തിരിക്കുന്നത് കേട്ടോ. നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ എന്തായാലും കമൻറ്റ് സെക്ഷനിൽ ചോദിക്കാം. നിങ്ങളുടെ എല്ലാ സബ്ജക്റ്റും നമ്മൾ ഇതുപോലെ അപ്ലോഡ് ചെയ്യുന്നുണ്ട്. ശ്രദ്ധിക്കുക, എപ്പോഴും റിപ്പീറ്റഡ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആണ് വരാറ്. സോ മാക്സിമം നമ്പർ ഓഫ് പ്രീവിയസ് ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് നിങ്ങൾ റെഫർ ചെയ്ത് ആൻസർ ചെയ്ത് പോവാം കേട്ടോ. നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. ഫസ്റ്റ് ക്വസ്റ്റ്യൻ എപ്പോഴത്തെയും പോലെ നിങ്ങൾക്കൊരു പാസേജ് തരും. ആ പാസേജ് ചിലപ്പോൾ നമുക്ക് പഠിക്കാനുള്ള ഒരു ചാപ്റ്ററിലെ ആവാം, അല്ലെങ്കിൽ പുറത്തുനിന്നുള്ള ഏതെങ്കിലും ഒരു പാരഗ്രാഫ് ആയിരിക്കാം. അതിൽ നിന്ന് കുറച്ച് ക്വസ്റ്റ്യൻസും തരും. ആ ക്വസ്റ്റ്യൻസിൻ്റെ ആൻസർ നിങ്ങൾ ആ പാരഗ്രാഫ് റെഫർ ചെയ്തിട്ട് ആൻസർ എഴുതണം. അപ്പോൾ ചില ലൈൻസ് ഒക്കെ കാണുമ്പോൾ നിങ്ങൾക്ക് ആ ഒരു ക്വസ്റ്റ്യൻ്റെ ആൻസർ ആയിട്ട് 2-3 ലൈൻസ് ഒക്കെ തോന്നാം ഒരുപോലെ. അപ്പോൾ അതിൽ നിന്ന് നല്ല രീതിയിൽ നമുക്ക് ചൂസ് ചെയ്ത് ആൻസർ എഴുതാൻ അറിയണം. അങ്ങനെ വേണമെങ്കിൽ നിങ്ങൾ മാക്സിമം നമ്പർ ഓഫ് ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് റെഫർ ചെയ്തിട്ടുണ്ടായിരിക്കണം. ഇവിടെ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. ഞാനിവിടെ ഓരോ ക്വസ്റ്റ്യൻസ് വായിക്കുമ്പോഴും നിങ്ങൾ ആദ്യം ആൻസർ ഒന്ന് ജസ്റ്റ് ട്രൈ ചെയ്ത് നോക്കുക കേട്ടോ, ആൻസർ ചെയ്യാൻ വേണ്ടിയിട്ട്. ഉത്തരം കിട്ടുന്നില്ലെങ്കിൽ മാത്രം ഇവിടെ തന്നിരിക്കുന്ന ആൻസറൊക്കെ നോക്കിയാൽ മതി. എ ഫീനിക്സ് റൈസസ് എന്നുള്ള ചാപ്റ്റർ നമുക്കറിയാം. ആ ചാപ്റ്ററിലത്തെ ഒരു ഭാഗമാണ് ഇവിടെ തന്നിരിക്കുന്നത് കേട്ടോ. Having seen his father walking with cotton yarn, he knew that 10 grams of cotton would barely cost 10 പൈസ. അപ്പോൾ അച്ഛൻ അവിടെ കോട്ടൻ്റെ നൂല് കൊണ്ടൊക്കെ വർക്ക് ചെയ്യുന്നത് അവൻ കണ്ടിട്ടുണ്ട്. അപ്പോൾ അവിടെ വർക്ക് ചെയ്യുമ്പോൾ അവൻ ഏകദേശം അറിയാം 10 ഗ്രാമോളം കോട്ടന് ഒരു 10 പൈസയുടെ അടുത്തേക്കാണ് വരിക എന്നുള്ളതൊക്കെ അവൻ അറിയാമായിരുന്നു. കാരണം അച്ഛൻ ജോലി ചെയ്യുന്നത് കണ്ടിട്ടുണ്ട്. ബട്ട് ഹിയർ ഹി വാസ് പേയിങ് 4 rupees ഫോർ ഈച്ച് ഓഫ് ദീസ് പാഡ്. എന്നാൽ ഇവിടെ ഓരോ പാഡിനും 4 രൂപയാണ് കൊടുക്കുന്നത്. ഹി പുട്ട് ദ പാഡ് ബാക്ക് ഇൻ ദ പാക്കറ്റ്. പാക്കറ്റിനുള്ളിലേക്ക് പാഡ് അവിടെ തിരിച്ചു വെക്കുന്നു. ബാക്ക് ഹോം ബബ്ലു സീക്രട്ട്ലി ഹാൻഡഡ് ഓവർ ദ പാക്ക് ടു ഗൗരി. വീട്ടിലെത്തിയതിനു ശേഷം തിരിച്ചു വീട്ടിലെത്തിയിട്ട് അവൻ എന്തു ചെയ്തു? ആ വീട്ടിൽ ആ ഗൗരി എന്ന് പറയുന്നത് അദ്ദേഹത്തിൻ്റെ വൈഫാണ്. വൈഫിൻ്റെ കയ്യിൽ ഈ പാക്ക് എടുത്തു കൊടുത്തു. Gauri was not pleased. If Shalu and I start buying this packet every month, then let alone curd and ghee, we will not even have enough money to buy milk. അപ്പോൾ അത്ര വലിയ സന്തോഷമൊന്നും ആയില്ല വൈഫിന്. കാരണം വൈഫ് പറയുന്നത് എന്താ, ഞാനും ഇതാ ഇവിടുത്തെ നിങ്ങളുടെ അനിയത്തിയും കൂടിയിട്ട് ഈ ഒരു പാഡ് മേടിക്കാൻ നിന്ന് കഴിഞ്ഞാൽ നമുക്ക് ആ ഒരു കേട് എന്ന് വെച്ചാൽ എന്താ, തൈരും നെയ്യൊക്കെ പോട്ടെ, നമുക്ക് പാല് മേടിക്കാനുള്ള പൈസ പോലും തികയില്ല എന്ന് പറയാം. ബബ്ലു ലുക്ഡ് അറ്റ് ഹെർ ഡിജക്റ്റഡ്ലി, ബട്ട് ഹി ദെൻ ഡിറ്റർമൈൻഡ് ടു സ്റ്റാർട്ട് എ ന്യൂ പ്രൊജക്ട്. അപ്പോൾ അവന് കുറച്ച് ഒരു നിരാശയൊക്കെ തോന്നിയെങ്കിലും അവരൊരു പ്രൊജക്റ്റ് സ്റ്റാർട്ട് ചെയ്യാൻ വേണ്ടി തീരുമാനിച്ചു. ഹി പുൾഡ് ഔട്ട് എ പെയർ ഓഫ് സിസേഴ്സ്. അവിടുന്ന് അവൻ കത്രിക എടുത്തു. എ നീഡിൽ, ഒരു സൂചി എടുത്തു. സം ത്രെഡ് കോട്ടൺ ക്ലോത്ത് ഫ്രം ഹിസ് ബാഗ്. ബാഗിൽ നിന്ന് കുറച്ച് കോട്ടനും അതുപോലെ നൂലും കുറച്ച് ക്ലോത്തൊക്കെ എടുത്ത് കൈ പിടിച്ചു. ഹി ബിഗൺ ഫ്ലാറ്റനിങ് ദ കോട്ടൺ ബിറ്റ്വീൻ ഹിസ് ഹാൻഡ് ആസ് ഹി ഈ വേർഡ് സ്പ്രെഡിങ് ഔട്ട് ഡഫ് ടു മേക്ക് എ ചപ്പാത്തി. ചപ്പാത്തിക്ക് മാവ് കുഴയ്ക്കുന്ന പോലെ അവൻ ആ കോട്ടനെ ഇങ്ങനെ പരത്താൻ നോക്കുമായിരുന്നു. വിത്തിൻ 24 hours of first touching a sanitary napkin, ബബ്ലു ഹാഡ് മാനേജ് ടു മേക്ക് ഹിസ് ഓൺ. അങ്ങനെ 24 മണിക്കൂർ അവൻ ഇങ്ങനെ പരിശ്രമിച്ചതിന് ശേഷം അവൻ ആ ഒരു സാനിറ്ററി നാപ്കിൻ പോലുള്ള ഒരു സാധനം ഉണ്ടാക്കാൻ അവനിങ്ങനെ മാനേജ് ചെയ്തു. ബട്ട് ഹി വാസ് നോട്ട് ഏബിൾ ടു മേക്ക് എ യൂസ്ഫുൾ വൺ ആസ് ഹി കുഡ് നോട്ട് മേക്ക് ഔട്ട് ദ മെറ്റീരിയൽ യൂസ്ഡ് ബൈ ദ ബ്രാൻഡ്. പക്ഷേ അവനതൊരു പാഡ് ഉണ്ടാക്കി അവൻ അതുപോലെയൊക്കെ തന്നെ, പക്ഷെ അതൊരു യൂസ്ഫുൾ ആയിട്ടുള്ളൊരു പാഡ് ആയിരുന്നില്ല. കാരണം ആ ബ്രാൻഡുകാർ ഉപയോഗിച്ച മെറ്റീരിയൽ അല്ല അവൻ അതിൽ ഉപയോഗിച്ചിരിക്കുന്നത്. Month passed, ബബ്ലു procured different qualities of cotton and other material to make pad. അങ്ങനെ പല രീതിയിലുള്ള പാഡുകളും അന്വേഷിച്ച് അവൻ ഉണ്ടാക്കാൻ തുടങ്ങി. പക്ഷെ മെറ്റീരിയലുകളും യൂസ് ചെയ്തു. പക്ഷെ ആ ഒരു അവൻ്റെ ആ ഒരു ശരിക്കുള്ള പാഡ് എന്താണോ ബ്രാൻഡുകാർ യൂസ് ചെയ്യുന്നത് ആ ഒരു രീതിയിലേക്ക് എത്തിയില്ല. ഫസ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. ഹൗ ഡിഡ് ബബ്ലു നോ ദ റിയൽ കോസ്റ്റ് ഓഫ് കോട്ടൺ? കോട്ടൻ്റെ വില അവൻ അറിയാമായിരുന്നു. എങ്ങനെയായിരുന്നു? ആദ്യത്തെ ലൈനിൽ തന്നെ പറയുന്നുണ്ട്, his father working his cotton yarn, he knew that 10 gram of cotton would barely cost 10 പൈസ എന്നുള്ളത്. അപ്പോൾ അത് നമുക്ക് എഴുതാം. അല്ലെങ്കിൽ നമ്മൾ നമ്മുടേതായ രീതിയിൽ ബിക്കോസ് ഹി ഹാഡ് സീൻ ഹിസ് ഫാദർ വർക്കിംഗ് വിത്ത് കോട്ടൺ യാൺ. കോട്ടൺ യാണിൽ അച്ഛൻ വർക്ക് ചെയ്ത കാരണം അവൻ അറിയാമായിരുന്നു. അങ്ങനെയും എഴുതാം കേട്ടോ, കുഴപ്പമില്ല. ഇനി what was Gauri's reaction when Bablu gave her the sanitary napkin pack? സാനിറ്ററി നാപ്കിൻ ആ വൈഫിന് കൊടുത്തപ്പോൾ വൈഫിൻ്റെ റിയാക്ഷൻ എന്തായിരുന്നു? രണ്ടാമത്തെ പാരഗ്രാഫിലുണ്ട്. ഗൗരി വാസ് നോട്ട് പ്ലീസ്ഡ്. ഗൗരി ആസ്ക്ഡ്, അങ്ങനെ എഴുതാം. ഗൗരി വാസ് നോട്ട് പ്ലീസ്ഡ്, അല്ലെങ്കിൽ ആ ലൈൻ മാത്രം നിങ്ങൾക്ക് എടുത്ത് എഴുതാം, കുഴപ്പമൊന്നുമില്ല കേട്ടോ. ഇഫ് ഷാലു ആൻഡ് ഐ സ്റ്റാർട്ട് ബൈയിങ് ദിസ് പാക്കറ്റ് എവറി മന്ത് ദെൻ ലെറ്റ് അലോൺ കേർഡ് ആൻഡ് ഗീ വി വിൽ നോട്ട് ഈവൻ ഹാവ് ഇനഫ് മണി ടു ബൈ മിൽക്ക്. അപ്പോൾ അവൾ പറഞ്ഞത് എന്തായിരുന്നു? ഷാലും ഞാനും കൂടിയിട്ട് ഇതൊരു പാഡ് മേടിക്കാൻ തുടങ്ങിയാൽ നമുക്ക് പാല് പോലും മേടിക്കാൻ പറ്റില്ല എന്ന് പറഞ്ഞപ്പോൾ ആ ഒരു കാര്യം നിങ്ങൾക്ക് എഴുതി വയ്ക്കാം.
വൈ വാസ് ബബ്ലൂസ് ഫസ്റ്റ് അറ്റംപ്റ്റ് ടു മേക്ക് സാനിറ്ററി നാപ്കിൻ അൺസക്സസ്ഫുൾ? എന്തുകൊണ്ടാണ് അൺസക്സസ്ഫുൾ ആയെന്നാണ് തേർഡ് ക്വസ്റ്റ്യൻ കേട്ടോ. എന്തുകൊണ്ട് അത് പരാജയമായി? ഹി കുഡ് നോട്ട് മേക്ക് ഔട്ട് ദ റൈറ്റ് മെറ്റീരിയൽ യൂസ്ഡ് ഇൻ ബ്രാൻഡഡ് നാപ്കിൻ. ആ ബ്രാൻഡഡ് നാപ്കിനിൽ യൂസ് ചെയ്ത കറക്റ്റ് മെറ്റീരിയൽ കണ്ടുപിടിക്കാൻ പറ്റിയില്ല. അതായിരുന്നു അത് ആദ്യം വിജയകരമാവാതിരുന്നത്. ഫോർത്ത് ക്വസ്റ്റ്യൻ, വാട്ട് ഡുഡ് വി ഇൻഫോ അബൌട്ട് ബബ്ലൂസ് നാച്ചോ ഫ്രം ദ പാസേജ് ഗിവൻ അബോ? ഈ തന്നിരിക്കുന്ന പാസേജ് വെച്ചുമ്പോൾ നിങ്ങൾക്ക് നോക്കുമ്പോൾ എന്താണ് മനസ്സിലാക്കുന്നത്? ബബ്ലുവിൻ്റെ ക്യാരക്ടർ അല്ലെങ്കിൽ ബബ്ലുവിൻ്റെ ഒരു കാര്യങ്ങളൊക്കെ എങ്ങനെയാണെന്ന് നിങ്ങൾക്ക് മനസ്സിലാവുന്നു? സ്വഭാവ സവിശേഷതകൾ. ഹി വാസ് ക്വൈറ്റ് സബ്മിസീവ്. ഹി നെവർ ട്രൈ ടു ബി ഇന്നോവേറ്റീവ്. ഹി വാസ് വെരി ഈഗർ ടു ഇന്നോവേറ്റീവ് ആൻഡ് എക്സ്പെരിമെൻറ്റ്. അതല്ല കറക്റ്റ് ആൻസർ. അവൻ ഓരോ കാര്യങ്ങൾ കണ്ടുപിടിക്കാനും അതുപോലെ തന്നെ എക്സ്പെരിമെൻ്റ് ചെയ്യാനും ആഗ്രഹമുള്ള ആളാണ്. അതുകൊണ്ടാണ് അവ ഓരോന്ന് ട്രൈ ചെയ്തത്. Next, identify the noun phrase in the subject position and the verb phrase from the sentence given below. അപ്പോൾ നൗൺ ഫ്രേസും കണ്ടുപിടിക്കണം, വെർബ് ഫ്രേസും കണ്ടുപിടിക്കണം കേട്ടോ. സബ്ജക്ട് പൊസിഷനിലുള്ള നൗൺ ഫ്രേസ് ഏതാണെന്ന് ചോദിച്ചിട്ടുണ്ട്. പ്രൊക്യൂർഡ് എന്ന് പറഞ്ഞാൽ എന്താ കറക്റ്റ് മീനിങ്? നമ്മൾ നമ്മുടെ എഫേർട്ടോട് കൂടി ഒരു സാധനം കണ്ടുപിടിച്ച് കൊണ്ടുവരിക, അല്ലെങ്കിൽ അത് ഒബ്റ്റെയിൻ ചെയ്യുക എന്ന് പറയും, അത് നേടുക എന്നൊക്കെ നമ്മൾ പറയും. അപ്പോൾ ഇവിടെ ശ്രദ്ധിക്കേണ്ട കാര്യം, നൗൺ ഫ്രേസ് ആണ് ആദ്യം ചോദിച്ചിരിക്കുന്നത്. നൗൺ ഫ്രേസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് തന്നിരിക്കുന്ന സെൻറ്റൻസിൽ നൗൺ എന്ന് പറഞ്ഞാൽ എന്താ? നൗൺ ഇസ് എ നെയിം ഓഫ് പ്ലേസ്, തിങ് ഓർ ഒബ്ജക്റ്റ് എക്സെട്ര. സ്ഥലത്തിൻ്റെ പേരാവാം, ആൾക്കാരുടെ പേരാവാം, അല്ലെങ്കിൽ സാധനങ്ങളുടെ പേരാവാം. അപ്പോൾ ഇവിടെ ഏറ്റവും മെയിൻ ആയിട്ടുള്ള സബ്ജക്റ്റ് ആരാണെന്നുള്ളത് നോക്കുക. എന്തിനെ പറ്റിയിട്ടാണ് അവിടെ പറയുന്നത്? ഇനി നൗൺ ഫ്രേസ് അറിയാൻ വേണ്ടിയിട്ട് ഇവിടെ പറയുന്ന ഒരു നൗണിൻ്റെ ഒപ്പം അതിനെ ഡിസ്ക്രൈബ് ചെയ്യുന്ന ഒരു വാക്കും കൂടി ഉണ്ടാവും. ഇപ്പോൾ ഒരു അഡ്ജക്റ്റീവ് എന്ന് നമുക്ക് വേണമെങ്കിൽ പറയാം. അപ്പോൾ ഒരു നൗൺ ആ നൗണിനെ ഒന്ന് വിശദീകരിക്കുന്ന, ഡിസ്ക്രൈബ് ചെയ്യുന്ന എന്തെങ്കിലും അതിൻ്റെ ഒപ്പം ഉണ്ടെങ്കിൽ അതാണ് നൗൺ ഫ്രേസ്. അവിടെ കാണിക്കുന്ന എന്തെങ്കിലും ഒരു ആക്ഷനെ പറ്റി പറയുകയാണെങ്കിൽ അപ്പോൾ അതിനെ നമ്മൾ പറയും വെർബ് ഫ്രേസ്. അപ്പം ഇവിടെ ഏത് വസ്തുവിനാണ്, അല്ലെങ്കിൽ ഇവിടെ ഏതൊക്കെ നൗൺ വരുന്നത്? കോട്ടൺ വരുന്നുണ്ട്, ബബ്ലു വരുന്നുണ്ട്, പാഡ് വരുന്നുണ്ട്. ഇതൊക്കെ നൗണാണ്. കാരണം ഇതൊക്കെ ഓരോ സാധനങ്ങളുടെ പേര്, ആൾക്കാരുടെ പേരൊക്കെയാണല്ലോ. ഇവിടെ ഏതെങ്കിലും ഒരു സാധനത്തിനെ ഡിസ്ക്രൈബ് ചെയ്യുന്നുണ്ടോ? ശ്രദ്ധിച്ചു നോക്കിയേ. ഡിഫറെൻറ്റ് ക്വാളിറ്റീസ് ഓഫ് കോട്ടൺ വേർ പ്രൊക്യൂർഡ് ബൈ ബബ്ലു ടു മേക്ക് പാഡ്സ്. ഇവിടെ ബബ്ലുവിനെ ഡിസ്ക്രൈബ് ചെയ്യുന്നുണ്ടോ, വിശദീകരിക്കുന്നുണ്ടോ? ബബ്ലു നല്ല ജീനിയസ് ആണ്, ഭംഗിയുണ്ടെന്നെങ്ങാനും പറയുന്നുണ്ടോ? ഇല്ല. പാഡിനെ ഡിസ്ക്രൈബ് ചെയ്യുന്നുണ്ടോ? മേക്ക് പാഡ്, പാഡ് ഉണ്ടാക്കുന്നു എന്ന് പറയുന്നുള്ളൂ. അതുപോലെ ബബ്ലു പ്രൊക്യൂർഡ്, ബബ്ലു അന്വേഷിച്ചു കൊണ്ടുവന്നു എന്നേ പറയുന്നുള്ളൂ. അത് രണ്ടും രണ്ട് ആക്ഷൻസ് ആണ് പറയുന്നത്. അടുത്തത് നോക്കിയേ, കോട്ടൺ. ക്വാളിറ്റീസ് ഓഫ് കോട്ടൺ, കോട്ടൻ്റെ ക്വാളിറ്റീസ്, മേന്മകളെ കുറിച്ചിട്ട് പറയാണ്. അപ്പോൾ ആ കോട്ടനെ അവിടെ വിശദീകരിക്കുന്നുണ്ട് ഉണ്ടല്ലോ. അപ്പോൾ അതിനെയാണ് ഡിഫറെൻറ്റ് ക്വാളിറ്റീസ് ഓഫ് കോട്ടൺ എന്ന് പറയുന്നതാണ് നൗൺ ഫ്രേസ്. ഇനി വെർബ്, വെർബ് ഈസ് ആൻ ആക്ഷൻ വേർഡ് എന്നാണ് പറഞ്ഞിരിക്കുന്നത്. വെർബ് എന്ന് പറഞ്ഞാൽ ഒരു പ്രവൃത്തിയാണ്. വേർ പ്രൊക്യൂർഡ് ബൈ ബബ്ലു ടു മേക്ക് പാഡ്സ്. ബബ്ലു ആദ്യം അന്വേഷിച്ചു കൊണ്ടുവന്നു പല പാഡുകൾ. എന്തിനു വേണ്ടി? പാഡ് ഉണ്ടാക്കാൻ വേണ്ടി. അപ്പോൾ അവിടെ രണ്ട് ആക്ഷൻസ് വരുന്നുണ്ട്. ഒന്ന് അന്വേഷിച്ചു കൊണ്ടുവന്നു, പിന്നെ പാഡ് ഉണ്ടാക്കി എന്നുള്ളത്. അപ്പോൾ ആ രണ്ട് വെർബ് വരുന്ന കാരണം വെർബ് ഫ്രേസ്. നെക്സ്റ്റ് നമുക്ക് എപ്പോഴും വരാറ് ടെക്സ്റ്റിലുള്ള ഏതെങ്കിലും ഒരു പോർഷനിലുള്ള പോയായിരിക്കും വരിക. അപ്പോൾ ഇവിടെ ഒരു സ്പീച്ചാണ് തന്നിരിക്കുന്നത് കേട്ടോ. ഫ്രണ്ട്സ് റോമൻസ് കൺട്രിമാൻ എന്നുള്ള ആ ഒരു ചാപ്റ്ററിലെ സ്പീച്ച്, അതൊരു പോയം പോലെയാണ് നമുക്ക് അതിൽ തന്നിട്ടുണ്ടായിരിക്കാം. അപ്പോൾ അങ്ങനെ ഒരു പോയം അല്ലെങ്കിൽ അങ്ങനെ ഒരു സ്പീച്ച് തന്നിട്ട് അതിൽ നിന്ന് കുറേ ക്വസ്റ്റ്യൻസ് വരും. അപ്പം നിങ്ങൾ അറിയേണ്ട കാര്യം, ആ ചാപ്റ്റർ നിങ്ങൾക്ക് മുൻപേ അറിയണം. എന്നാലേ ക്വസ്റ്റ്യൻസ് വരുമ്പോൾ ഏത് ആൻസർ ആണെന്ന് പിക്ക് ചെയ്യാന്നുള്ളത് അറിയാൻ പറ്റുള്ളൂ കേട്ടോ. ചിലപ്പോൾ ചില ക്വസ്റ്റ്യനായിട്ട് അതിൻ്റെ മീനിങ് ഒക്കെ ചോദിക്കും അതിലുള്ളത്. അപ്പോൾ നിങ്ങൾക്ക് എല്ലാ ഭാഗവും അറിയണം, അതുകൊണ്ടാണ് പറയുന്നത് കേട്ടോ. 6th വൺ നമുക്ക് നോക്കാം. ഹൗ ഡസ് ആന്റണി ഡിസ്ക്രൈബ് സീസേഴ്സ് ആറ്റിറ്റ്യൂഡ് ടുവേർഡ്സ് ദ പുവർ? അപ്പോൾ പാവപ്പെട്ട ആൾക്കാരോട് സീസർ എങ്ങനെയാണ് ബിഹേവ് ചെയ്തിട്ടുണ്ടായിരുന്നത്, പെരുമാറിയിട്ടുണ്ടായിരുന്നത്, അവരോടുള്ള മനോഭാവം എന്തായിരുന്നു എന്നാണ് ആന്റണി പറയുന്നത്. അപ്പോൾ അതിൽ പറഞ്ഞിട്ടുണ്ട്, വെൻ ദ പുവർ ഹാവ് ക്രൈഡ് സീസർ ഹാത്ത് വെപ്റ്റ്. അപ്പോൾ ഈ ഒരു ലൈൻ പറയുന്നത് എന്താണ്? പുവർ എന്ന് വെച്ചാൽ എന്താ? പാവപ്പെട്ട ആൾക്കാർക്ക് നേരെ, പാവപ്പെട്ട ആൾക്കാർ കരയുമ്പോൾ അവർക്ക് നേരെ സീസറും ഹാത്ത് വെപ്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, വീപ്പ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? ക്രൈ, കരയുക എന്നാണ് അർത്ഥം, കരയുക. ഹാത്ത് എന്ന് പറഞ്ഞാൽ അതൊരു ആക്ച്വലി ഒരു ഓൾഡ് ഇംഗ്ലീഷ് ആണ്, അതിനെ ഹാസ് എന്നാണ് നമ്മൾ പറയുക. അപ്പോൾ അവരുടെ ഒപ്പം സീസറും കരഞ്ഞിട്ടുണ്ട് എന്നുള്ളൊരു അർത്ഥമാണ് അവിടെ വരുന്നത് കേട്ടോ. പാവപ്പെട്ടവർ കരയുമ്പോൾ സീസറും കണ്ണീര് പൊഴിച്ചിട്ടുണ്ട്. അപ്പോൾ ആ ഒരു ലൈനിൽ നിന്നാണ് സീസറിന്റെ ബിഹേവിയർ എങ്ങനെയാണ് പാവപ്പെട്ടവർക്ക് നേരെ എന്ന് മനസ്സിലാവുന്നത്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ഹൗ ഡിഡ് സീസർ ഫിൽ ദ ജനറൽ കോഫേഴ്സ്?
കോഫേഴ്സ് എന്ന് പറഞ്ഞാൽ എന്താണ്? ഭണ്ഡാരം എന്ന അർത്ഥം. അപ്പൊ സീസർ എങ്ങനെയാണ് ആ ഒരു രാജ്യത്തിന് കാക്കാനായിട്ട് അവിടേക്ക് സാമ്പത്തികമായിട്ടുള്ള അല്ലെങ്കിൽ ആ സാമ്പത്തിക ഭദ്രമാക്കാൻ വേണ്ടി എന്താണ് ചെയ്തിരുന്നത് അതാണ് ഉദ്ദേശിക്കുന്നത് കേട്ടോ. ഭണ്ഡാരം നിറയ്ക്കാന്ന് പറയാം. ഭണ്ഡാരം നിറയ്ക്കുന്നത് എന്തിനു വേണ്ടിയിട്ട്? അവിടുത്തെ ആൾക്കാരുടെ ആ ഒരു സമൃദ്ധിക്കും അവരുടെ ആരോഗ്യത്തിനും അവരുടെ ജീവിതത്തിനും വേണ്ടിയിട്ട്. അപ്പൊ അതെങ്ങനെയാണ് ആള് ചെയ്തിരുന്നത്? അവിടെ 4 ഓപ്ഷൻ പറഞ്ഞിട്ടുണ്ട്. ബൈ കളക്ടിങ് ടാക്സസ്, അവിടുത്തെ തന്നെ സിറ്റിസൺ പൗരന്മാരുടെ കയ്യിൽ നിന്ന് ടാക്സസ് കളക്ട് ചെയ്തിട്ടാണെന്നാണ് ഒന്നാമത്തത് പറയുന്നത്. അങ്ങനെയല്ല. രണ്ടാമത്തത് വിത്ത് ദ റാൻസം ഓഫ് ക്യാപ്റ്റീവ്സ്. ഇവിടെ റാൻസം ഓഫ് ക്യാപ്റ്റീവ്സ് എന്ന് പറഞ്ഞാൽ അവിടുത്തെ മീനിങ് വരുന്നത് നമ്മൾ ഒരുപാട് തടവുകാരെ, അത് മറ്റു രാജ്യങ്ങളിൽ നിന്നൊക്കെ ഓരോ കുറ്റങ്ങളും അല്ലെങ്കിൽ എന്തെങ്കിലുമൊക്കെ ചെയ്ത ആൾക്കാരെ വന്ന് ഇവിടെ അവർ തടവിലാക്കും. അപ്പോൾ അവരെ മോചിപ്പിക്കാനായിട്ട് ഇവർ കുറേ ക്യാഷ് പറയും. ഇത്ര പൈസ തന്നു കഴിഞ്ഞാൽ അല്ലെങ്കിൽ ഇത്ര ദ്രവ്യം തന്നു കഴിഞ്ഞാൽ അവരെ മോചിപ്പിക്കാമെന്ന്. അപ്പോൾ അങ്ങനെയുള്ള ആൾക്കാരെ ഇവിടെ തടവുകാരാക്കിയിട്ട് അവരെ വന്നിട്ട് അവിടുത്തെ ആൾക്കാർ വന്നിട്ട് അവരെ പിരിച്ചെടുക്കുമ്പോൾ ആ ക്യാഷ് എത്രയാണോ അതാണ് ഇവിടെ ഭണ്ഡാരം നിറയ്ക്കാൻ ഉപയോഗിച്ചിരുന്നത്. ഇനി ബൈ സെല്ലിംഗ് ലാൻഡ് ഇൻ റോം എന്ന് പറഞ്ഞു, റോമിലെ സ്ഥലങ്ങൾ വിറ്റിട്ടാണോ? അല്ല, റോമിലെ ആൾക്കാർക്ക് ഒരു കുഴപ്പങ്ങളും സീസർ വരുത്തിയിട്ടില്ല. സീസർ ഇങ്ങനെയുള്ള കാര്യങ്ങളാണ് ചെയ്തിരുന്നത്. എന്നിട്ട് അവിടുത്തെ ആൾക്കാരുടെ ജീവിതം സേഫ് ആക്കാനാണ് നോക്കിയിരുന്നത്. Next question, what is the effect of Antony's reputation? Brutus says he was ambitious and Brutus is an honorable man. ഇവിടെ പറയുന്നുണ്ട് ബ്രൂട്ടസ് സേസ് ഹി വാസ് എംപീഷ്യസ്. അപ്പോൾ ബ്രൂട്ടസ് പറയുന്നുണ്ട് അവിടെ ഹി വാസ് എന്ന് പറഞ്ഞാൽ സീസർ ഒരു എംപീഷ്യസ് ആയിട്ടുള്ള ആളായിരുന്നു എന്ന് പറയുമ്പോൾ അവിടെ അവൻ അവൻ്റെതായ ലക്ഷ്യങ്ങൾ ഉണ്ടായിരുന്നു അല്ലെങ്കിൽ അധികാരമോഹിയാണ് എന്നൊക്കെ ഒരു മീനിങ് വരുന്നുണ്ട്. എന്നാൽ ബ്രൂട്ടസ് ഈസ് എൻ ഓണറബിൾ മാൻ. എന്നാൽ ബ്രൂട്ടസ് ഒരു ഓണറബിൾ എന്ന് പറഞ്ഞാൽ എന്താ? സത്യസന്ധനായിട്ടുള്ള മര്യാദയുള്ള ആളാണ് കേട്ടോ. പക്ഷെ ബ്രൂട്ടസ് പറയുന്നത് സീസർ ഒരു അധികാരമോഹിയാണെന്നൊക്കെയാണ് പറയുന്നത്. അങ്ങനെ റിപ്പീറ്റഡ് ആയിട്ട് പറയുന്നുണ്ട്. അത് എന്തുകൊണ്ടാണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. അതെന്തുകൊണ്ടാ? സി ആണ് അവിടുത്തെ ആൻസർ വരുന്നത് കേട്ടോ. ഇറ്റ് സെർവ് ആസ് എൻ അയോണിക് റിപ്പീറ്റേഷൻ കാസ്റ്റിംഗ് ഡൗട്ട് ഓൺ ദ ക്ലെയിം ഓഫ് ബ്രൂട്ടസ്. ക്ലെയിം ഓഫ് ബ്രൂട്ടസ് എന്ന് പറഞ്ഞാൽ ബ്രൂട്ടസിന്റെ വാദം. ബ്രൂട്ടസിന്റെ വാദത്തിനോട് അവിടുത്തെ എല്ലാ ആൾക്കാർക്കും ഒരു സംശയം തോന്നാൻ വേണ്ടിയിട്ടാണ് അവ അങ്ങനെ റിപ്പീറ്റഡ് ആയിട്ട് പറഞ്ഞിരിക്കുന്നത്. നമ്മൾ എന്തെങ്കിലും ഒരു കാര്യം ഉണ്ടാകുമ്പോൾ നീ എല്ലാം എടുത്ത് അങ്ങനെയൊക്കെ ചോദിക്കുമ്പോൾ നമ്മൾ എന്താ അവിടെ ഒരു ഡൗട്ട് പ്രകടിപ്പിക്കുകയാണ്. അപ്പോൾ അവിടെ നിന്നിരുന്ന ആൾക്കാർക്ക് വരെ ഇവരാവോ അത് ചെയ്തുണ്ടാവുക എന്നുള്ളൊരു മീനിങ് വരും. അങ്ങനെ what is the poetic device used in the line did this in Caesar seem ambitious? അപ്പം അതിൽ പറയുന്നുണ്ട് did this in Caesar seem ambitious എന്ന് പറയുമ്പോൾ അവിടെ ഉദ്ദേശിക്കുന്നത് എന്താ? ഇതാണോ സീസറുടെ അഹങ്കാരമായിട്ട് അല്ലെങ്കിൽ അധികാരമോഹിയായി നിങ്ങൾക്ക് തോന്നിയത്? പറഞ്ഞാൽ അവിടെ ആന്റണി പറയുന്നുണ്ട് സീസർ പാവപ്പെട്ട ആൾക്കാർ കരയുമ്പോൾ അവനും കരയാറുണ്ട്, അവർക്ക് എന്തെങ്കിലും സംഭവിച്ചു കഴിഞ്ഞാൽ അവനും ബുദ്ധിമുട്ടാറുണ്ട്, അവർക്ക് വേണ്ടി മറ്റു രാജ്യങ്ങളിൽ നിന്നൊക്കെ ആൾക്കാരെ ഇവിടെ തടവിലാക്കി അവരെ മോചിപ്പിക്കാൻ കൊണ്ടുവരുന്ന ക്യാഷ് ഇവരുടെ സുഖസൗകര്യങ്ങൾക്ക്, നാട്ടുകാരുടെ സുഖസൗകര്യങ്ങൾക്ക് വേണ്ടിയിട്ട് അവൻ ചെയ്യാറുണ്ട്. അപ്പൊ ഇതൊക്കെ കാണുമ്പോൾ നിങ്ങൾക്ക് അവനൊരു അധികാരമോഹിയായിട്ടാണോ തോന്നണതെന്ന് ചോദിക്കുകയാണ്. അപ്പൊ ഇതെന്താണ്? ഇതൊരു പോയറ്റിക് ഡിവൈസ് ആണല്ലോ. അപ്പൊ ഈ ഒരു പോയറ്റിക് ഡിവൈസ് എന്താണെന്നാ ചോദിച്ചിരിക്കുന്നത്. ഇതിനെ നമ്മൾ പറയാം റിട്ടോറിക്കൽ ക്വസ്റ്റ്യൻസ് എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം. റിട്ടോറിക്കൽ ക്വസ്റ്റ്യൻ ഇതൊരു ക്വസ്റ്റ്യൻ ആയിട്ടാണല്ലോ ചോദിക്കണേ. റിട്ടോറിക്കൽ ക്വസ്റ്റ്യൻ എന്ന് പറഞ്ഞാൽ ഈ ക്വസ്റ്റ്യൻ ആസ്ക് ടു മേക്ക് എ പോയിന്റ് റേദർ ദാൻ ഗെറ്റ് എൻ ആൻസർ. നമുക്ക് ഇവിടുന്ന് ആൻസർ അല്ല വേണ്ടത്, നമ്മൾ അവരോട് ഒരു പോയിന്റ് അവരുടെ ഉള്ളിലേക്ക് എത്തിക്കുകയാണ്, നമ്മൾ അവിടുത്തെ ജനങ്ങളുടെ ഉള്ളിലേക്ക് എത്തിക്കുകയാണ്. സീസർ ഒരു അധികാരമോഹിയല്ല എന്നൊരു പോയിന്റ് എത്തിക്കുകയാണ്. നിങ്ങൾക്ക് ഇതൊക്കെ ചെയ്തിട്ട് അവർ അധികാരമോഹിയായിട്ടാണോ തോന്നണേ? അപ്പൊ അവരുടെ ആൻസർ അല്ല വേണ്ടത്, പക്ഷെ വളരെ വ്യക്തമായി നമ്മളൊരു പോയിന്റ് കൊടുക്കുകയാണ്. അതിനെ നമ്മൾ പറയുന്ന പേരാണ് റെട്ടറിക്കൽ ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത്. റെട്ടറിക്കൽ ക്വസ്റ്റ്യൻ അത് ഓർത്തു വെച്ചോളൂ കേട്ടോ. നെക്സ്റ്റ് പോർഷൻ എന്ന് പറയുന്നത് നമുക്കിവിടെ തന്നിരിക്കുന്നത് അടുത്തതും ഒരു സ്പീച്ച് തന്നെയാണ്. നമ്മളിപ്പോൾ പറഞ്ഞ ഒരു ചാപ്റ്ററിന്റെ തന്നെ ഫ്രണ്ട്സ് റോമൻസ് കൺട്രിമാനിലെ ഒരു സ്പീച്ചിന്റെ കുറച്ച് ഭാഗം തന്നിട്ടുണ്ട്. എന്നിട്ട് അതിലെ അപ്രിസിയേഷൻ എഴുതാനാണ് പറഞ്ഞിരിക്കുന്നത്. അതിൽ ഇൻക്ലൂഡ് ചെയ്യേണ്ട കാര്യങ്ങൾ അതിൽ വെർബൽ അയോണി, അതിലെ പെർസ്യൂസീവ് ടെക്നിക്ക്, അതിലെ ടോൺ, അതിലെ ലിറ്റററി ഡിവൈസസ്, ഇത്രയും കാര്യങ്ങൾ അതിൽ ഇൻക്ലൂഡ് ചെയ്യണമെന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഇതൊക്കെ ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ള അപ്രിസിയേഷൻ നമുക്ക് നോക്കിയാലോ. നിങ്ങൾക്ക് മനസ്സിലാവാനായിട്ട് കൊടുക്കുന്ന ഓരോ സാധനങ്ങളും എന്താണെന്ന് ഞാനൊരു ചെറിയ ചെറിയ ഹെഡിങ് കൊടുക്കുന്നുണ്ട് കേട്ടോ. നിങ്ങൾ അപ്രിസിയേഷൻ എഴുതുമ്പോൾ ആ ഒരു ഹെഡിങ്ങിൻ്റെ ആവശ്യമില്ല, ഞാൻ നിങ്ങൾക്ക് മനസ്സിലാവാൻ വേണ്ടിയിട്ടാണ് ഹെഡിങ്സ് ഒക്കെ കൊടുത്തിരിക്കുന്നത്. അപ്പോൾ ആദ്യം നിങ്ങൾ എഴുതേണ്ട കാര്യം അപ്രിസിയേഷൻ ഓഫ് ഡ്രാമാറ്റിക് സ്പീച്ച്. സ്പീച്ചിൻ്റെ പേര് വേണമെങ്കിൽ നിങ്ങൾക്ക് എഴുതാം. അതിനോടൊപ്പം തന്നെ അല്ലെങ്കിൽ ടൈറ്റിൽ ജൂലിയസ് സീസർ, പ്ലേ റൈറ്റ് വില്യം ഷേക്സ്പിയർ, ടൈപ്പ് ഡ്രാമാറ്റിക് സ്പീച്ച് ഇൻ ബ്ലാങ്ക് വേഴ്സ്, അങ്ങനെ സ്റ്റെപ്പായിട്ട് എഴുതാം. ഇത് നിങ്ങൾ എഴുതണം. അടുത്തത് ഞാൻ സമ്മറി എന്ന് പറഞ്ഞ് എഴുതിയിട്ടുണ്ട്, അത് എഴുതേണ്ട ആവശ്യമില്ല. ഓക്കെ, ഞാൻ നിങ്ങൾക്ക് മനസ്സിലാവാൻ വേണ്ടിയിട്ട് ആ പോയത്തിൽ എന്താണ് പറയുന്നത് എന്നുള്ളത് ആദ്യം ഞാൻ പറയുന്നു. This speech is delivered by Mark Antony after
ജൂലിയസ് സീസർ ഈസ് കിൽഡ് ബൈ ബ്രൂട്ടസ് ആൻഡ് ദ അതർ കോൺസ്പിറേറ്റേഴ്സ്. അപ്പോൾ അവിടെയുള്ള ബ്രൂട്ടസും അവരുടെ അനുനായികളൊക്കെ കൂടിയിട്ട് ഇവിടുത്തെ ജൂലിയസ് സീസറിനെ കൊല്ലുന്നുണ്ട്. അത് കഴിഞ്ഞിട്ട് മാർക്ക് ആന്റണി പറയുന്ന ഒരു പ്രസംഗമാണ് ഇത്. ബ്രൂട്ടസ് ടെൽസ് ദ റോമൻ പീപ്പിൾ ദാറ്റ് സീസർ വാസ് ടു ambitious, സോ ഹി ഹാഡ് ടു ബി കിൽഡ്. ബ്രൂട്ടസ് അവിടെ റോമനിലുള്ള എല്ലാ ആൾക്കാരോടും പറയുന്നത് എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ സീസർ ഒരു അധികാരമോഹിയായിരുന്നു, അതുകൊണ്ട് അവനെ കൊന്നു എന്നാണ് പറയുന്നത്. ആന്റണി ഹവവർ സ്പീക്ക് വെരി ക്ലെവർലി. എന്നാൽ ആന്റണി അവിടെ വളരെ ബുദ്ധിപൂർവമാണ് സംസാരിക്കുന്നത്. ഹി റിമൈൻഡ്സ് ദ പീപ്പിൾ ദാറ്റ് സീസർ റെഫ്യൂസ് ദ ക്രൗൺ 3 times. അവൻ ആൾക്കാരെ ഓർമ്മിപ്പിക്കുന്നുണ്ട് സീസർ അവന്റെ തലയിലെ ആ ഒരു കിരീടം, രാജ്യകിരീടം വെച്ചു കൊടുത്തപ്പോൾ 3 വട്ടം അത് വേണ്ടെന്ന് വെച്ച ആളാണ്, റെഫ്യൂസ് ചെയ്യുക, അത് വേണ്ട എന്ന് പറഞ്ഞ് മാറ്റിവെച്ച ആളാണത്. പ്രൂവിങ് ദാറ്റ് ഹി വാസ് നോട്ട് ambitious. അപ്പം 3 വട്ടം കിരീടം നേടാവുന്ന സിറ്റുവേഷൻ ഉണ്ടായിട്ടും അത് വേണ്ടാന്ന് പറയുകയാണെങ്കിൽ അവിടെ പ്രൂവ് ചെയ്യുന്നത് എന്താ? ഹി വാസ് നോട്ട് ambitious. അവർ അധികാരമോഹിയല്ല എന്നാണ് കാണിക്കുന്നത്. ആന്റണി റിപ്പീറ്റഡ്ലി സേസ് ബ്രൂട്ടസ് ഈസ് എൻ ഓണറബിൾ മാൻ, ബട്ട് ഹി സേസ് ഇറ്റ് ഈസ് സാർക്കാസ്റ്റിക്കലി. അപ്പോൾ ആന്റണി അവിടെ നിരന്തരമായിട്ട് റിപ്പീറ്റഡ് ആയിട്ട് പറയുന്ന ഒരു കാര്യമാണ് ബ്രൂട്ടസ് ഒരു ഓണറബിൾ മാൻ. ഓണറബിൾ എന്ന് വെച്ചാൽ എന്താണ്? അവിടെ ഒരു അഭിമാനകരമായിട്ടുള്ള അല്ലെങ്കിൽ വളരെ സത്യസന്ധനായിട്ടുള്ള ഒരു വ്യക്തിയാണെന്ന് ഇടയ്ക്കിടയ്ക്ക് പറയുന്നുണ്ട്. പക്ഷെ അവൻ അവിടെ പറയുന്നത് ഒരു സർക്കാസ്റ്റിക്കൽ വേ എന്ന് വെച്ചാൽ അതൊരു ഫണ്ണി ആയിട്ടുള്ള വേയിലാണ് പറയുന്നത്, പരിഹാസത്തോട് കൂടിയിട്ടാണ് പറയുന്നത്. ഹി ആൾസോ എക്സ്പ്രസ് ഹിസ് ഡീപ്പ് ലവ് ആൻഡ് സോറോ ഫോർ സീസർ. സീസറിനോടുള്ള സ്നേഹവും അവൻ മരിച്ചതിലുള്ള വേദനയും അവനോട് എക്സ്പ്രസ് ചെയ്യുന്നുണ്ട്, പ്രകടിപ്പിക്കുന്നുണ്ട്. ഹിസ് ഇമോഷണൽ ആൻഡ് ലോജിക്കൽ സ്പീച്ച് ചേഞ്ച് ദ മൈൻഡ് ഓഫ് ദ പീപ്പിൾ. അവൻ്റെ ഇമോഷണൽ ആയിട്ടുള്ള അത്രയും ലോജിക്കൽ ആയിട്ടുള്ള അത്രയും ബുദ്ധിപൂർവമായിട്ടുള്ള കാര്യങ്ങൾ അവിടുത്തെ ആൾക്കാരുടെ മൈൻഡ് മാറ്റുന്നുണ്ട് അവൻ്റെ ആ ഒരു സ്പീച്ച്. ആൻഡ് ബിഗിൻ ടു സപ്പോർട്ട് സീസർ. അങ്ങനെ അവിടുന്ന് അങ്ങോട്ട് ആ സ്പീച്ച് കഴിയുന്നതോട് കൂടിയിട്ട് എല്ലാവർക്കും സീസറിനെ കൊന്നത് സീസർ ഒരു അധികാരമോഹിയായിട്ടല്ല, മറിച്ച് ബ്രൂട്ടസ് ഒരു അധികാരമോഹിയായിട്ടാണെന്ന് മനസ്സിലാവുകയാണ്. അപ്പോൾ അവർ സീസറിനെ സപ്പോർട്ട് ചെയ്ത് തുടങ്ങും. ആൻഡ് ഓപ്പോസ് ദ കോൺസ്പിറേറ്റേഴ്സ്. അതിൻ്റെ അഗെയിൻസ്റ്റ് ആയിട്ട് നിൽക്കുന്ന ആൾക്കാരെ എന്ത് ചെയ്യും? അവർ ഓപ്പോസ് ചെയ്യും. ഇനി ഇതിലെ തീം എന്താണ് കറക്റ്റ്? നിങ്ങളിങ്ങനെ തീം എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ഹെഡിങ് ആയിട്ട് എഴുതണ്ട. തീം ഓഫ് ദ സ്പീച്ച് ഈസ് എന്ന് പറഞ്ഞിട്ട് നിങ്ങൾ എഴുതിയാൽ മതി. തീം ഓഫ് ദ സ്പീച്ച് ഈസ് അബൌട്ട് ഫ്രണ്ട്ഷിപ്പ്, ലോയാലിറ്റി, ബിട്രയൽ, ജസ്റ്റിസ് ആൻഡ് ദ പവർ ഓഫ് വേർഡ്സ്. ഇറ്റ് ഷോസ് ദാറ്റ് എ ഗുഡ് സ്പീക്കർ ക്യാൻ ചേഞ്ച് പീപ്പിൾസ് ഒപ്പീനിയൻ ത്രൂ ട്രൂത്ത് ആൻഡ് ഇമോഷൻ. ഈ ഒരു പ്രസംഗത്തിലെ ഈ ഒരു സ്പീച്ചിലെ പ്രധാനമായിട്ടുള്ള തീം എന്ന് പറയുന്നത് സൗഹൃദം പറയുന്നുണ്ട്, ലോയാലിറ്റി എന്ന് പറഞ്ഞാൽ എന്താണ്? ലോയൽ ആവുക എന്ന് പറഞ്ഞാൽ എന്താ? വിശ്വസ്തതയാണ്. അതുപോലെ ബിട്രയൽ, വഞ്ചന കാട്ടുന്നുണ്ട്, ജസ്റ്റിസ്, നീതി, ആൻഡ് ദ പവർ ഓഫ് വേർഡ്സ്, വാക്കുകളുടെ ശക്തി എന്നിവയെ കുറിച്ചാണ് അതിന്റെ തീം എന്ന് പറയുന്നത്. പിന്നെ പറഞ്ഞോടെ ഗുഡ് സ്പീക്കറിനെ എപ്പോഴും ആൾക്കാരുടെ ഒപ്പീനിയനെ മാറ്റാൻ പറ്റുമെന്ന് പറഞ്ഞിട്ടുണ്ട്. സത്യത്തിലൂടെയും വികാരങ്ങളിലൂടെയും മികച്ചൊരു പ്രസംഗത്തിന് ജനങ്ങളുടെ അഭിപ്രായം മാറ്റാൻ കഴിയുമെന്നാണ് പറയുന്നത് കേട്ടോ. ഓക്കെ, അത് ട്രൂത്ത് ആണെങ്കിൽ അതുപോലെ നല്ല ഇമോഷൻ ആണെങ്കിൽ, സത്യമാണെങ്കിൽ അതുപോലെ നല്ലതായിട്ടുള്ള വികാരമാണ് അദ്ദേഹം അവിടെ പ്രകടിപ്പിക്കണമെങ്കിൽ. ബ്ലാങ്ക് വേഴ്സ് എന്ന് പറയുന്നുണ്ട്. ബ്ലാങ്ക് വേഴ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവിടെ പറയുന്നത് ഈ സ്പീച്ച് റിട്ടേൺ ചെയ്ത് ബ്ലാങ്ക് വേഴ്സിലാണ്. കാരണം അതിനൊരു റൈം സ്കീം ഇല്ല എന്ന് പറയുന്നത്, എന്നാൽ അതിനൊരു റെഗുലർ റിതം ഉണ്ട് എന്ന് പറഞ്ഞിട്ടുണ്ട് കേട്ടോ, താളമുണ്ട് അതിനെന്ന് പറഞ്ഞിട്ടുണ്ട്. ഇനി അവിടെ ദിസ് മേക്ക് ദ സ്പീച്ച് സൗണ്ട് നാച്ചുറൽ ആൻഡ് എഫക്റ്റീവ്. ഇത് സ്വാഭാവികത. നമുക്കൊരു സ്പീച്ച് പറയുമ്പോൾ അതിൻ്റെ ആ ഒരു സൗണ്ട് ഭയങ്കര സ്വാഭാവികതയായിട്ടും അതുപോലെ ആൾക്കാരിലേക്ക് നല്ല എഫക്റ്റീവായിട്ട് ഫലപ്രാപ്തിയോട് കൂടി എത്തിയിട്ടുണ്ട് ഉണ്ടല്ലോ, കാരണം ആൾക്കാരുടെ മൈൻഡൊക്കെ മാറുകയാണ് ചെയ്തത്. ഇനി അവിടെ വെർബൽ അയോണിനെ പറ്റിയിട്ട് പറയുന്നുണ്ട് കേട്ടോ. അവിടുത്തെ എന്തെങ്കിലും പരിഹാസകരമായിട്ടുള്ള കാര്യങ്ങൾ അതിൽ പറയുന്ന ഒരു സെന്റൻസ് ആണ് ബ്രൂട്ടസ് ഈസ് എൻ ഓണറബിൾ മെൻ എന്ന് പറയുന്നുണ്ട്. ബ്രൂട്ടസ് ഒരു ഓണറബിൾ മാനാണ്, സത്യസന്ധനായിട്ടുള്ള ആളാണ് കേട്ടോ എന്ന് ഇടയ്ക്കിടയ്ക്ക് പറയുന്നുണ്ട്. അതെന്താണ്? ഒരു പരിഹാസമാണ്. അതിനാണ് വെർബൽ അയോണി എന്ന് അവിടെ പറയുന്നത്. യഥാർത്ഥ അർത്ഥത്തിനും വിപരീതമായിട്ട് പറയുന്ന ആ ഒരു പരിഹാസ ശൈലിയെ നമ്മൾ പറയുന്നതാണ് വെർബൽ അയോണി എന്നുള്ളത്. അതുകൊണ്ട് അവിടെ പറയുന്നു ബ്രൂട്ടസ് ഒരു മാന്യനായിട്ടുള്ള വ്യക്തിയാണ് കേട്ടോ എന്നവിടെ പറഞ്ഞുകൊണ്ടിരിക്കുന്നുണ്ട്. ഇങ്ങനെ റിപ്പീറ്റഡ് ആയിട്ട് പറയുമ്പോൾ ബ്രൂട്ടസിന്റെ സത്യസന്ധതയെക്കുറിച്ച് ജനങ്ങളിൽ ഒരു സംശയം ജനിപ്പിക്കാനായിട്ട് ആന്റണിയുടെ വാക്കുകൾക്ക് പറ്റിയിട്ടുണ്ട്, ഈ ഒരു ആവർത്തന ശൈലിക്ക് പറ്റിയിട്ടുണ്ട്. നെക്സ്റ്റ് വൺ പെർസ്യൂസീവ് ടെക്നിക് ആണ് കേട്ടോ. പെർസ്യൂസീവ് ടെക്നിക് എന്ന് പറഞ്ഞാൽ എന്താണ്? പ്രലോഭന തന്ത്രങ്ങൾ അല്ലെങ്കിൽ ആൾക്കാരെ സ്വാധീനിക്കുന്ന രീതികളെ പറ്റിയിട്ട് പറയുന്നതാണ്. എന്തൊക്കെ കാര്യങ്ങളാണ് ആൾക്കാരെ സ്വാധീനിക്കാൻ ആന്റണി ഇവിടെ പറഞ്ഞത്? ആന്റണി യൂസസ് മെനി മെത്തേഡ് ടു കൺവിൻസ് ദ ക്രൗഡ്. ജനക്കൂട്ടത്തെ ബോധ്യപ്പെടുത്താൻ ആന്റണി പല മാർഗങ്ങളും ഇവിടെ ഉപയോഗിക്കുന്നുണ്ട്. ഹി റിപ്പീറ്റ് ദ ഫ്രേസ് ബ്രൂട്ടസ് ഈസ് എൻ ഓണറബിൾ മാൻ. ബ്രൂട്ടസ് ഒരു മാന്യമായിട്ടുള്ള ഒരു മനുഷ്യനാണ് എന്നുള്ള കാര്യം അവൻ അവിടെ ആവർത്തിച്ചു പറയുന്നുണ്ട്. He asked a rhetorical question like, was this ambitious?
അത് അവിടെ ചോദിക്കുന്ന റെട്ടോറിക്കൽ ക്വസ്റ്റ്യൻ ആണ്. അത് നമുക്കൊരു ആൻസർ വേണമെന്നില്ല. പക്ഷെ അവരുടെ ആ ഒരു കാര്യം, ഒരു പോയിന്റ് ജനങ്ങളിലേക്ക് എത്തിക്കാൻ വേണ്ടി ചോദിച്ചുകൊണ്ടിരിക്കുന്നതാണ്. വാസ്റ്റ് ഈസ് എംബീഷൻ എംബീഷൻ എന്ന് ചോദിക്കുന്നത് ഇതാണോ നിങ്ങൾ പറഞ്ഞത്, അധികാരമോഹി എന്ന് നിങ്ങൾ പറഞ്ഞത്? ഹി ഗിവ്സ് പ്രൂഫ് ദാറ്റ് സീസർ റെഫ്യൂസ് ദ ക്രൗൺ 3 times. അത് മാത്രമല്ല, സീസർ 3 തവണ കിരീടം നിരസിച്ചു എന്നുള്ളത് അദ്ദേഹം തെളിവ് നൽകുന്നുണ്ട്. ഇനി ഹി യൂസസ് ഇമോഷണൽ വേർഡ് ടു ഷോ ഹിസ് ലവ് ആൻഡ് സാഡ്നസ് ഫോർ സീസർ. സീസറിനോടുള്ള തൻ്റെ സ്നേഹവും ദുഃഖവും ഒക്കെ പ്രകടിപ്പിക്കാൻ അദ്ദേഹം ഭയങ്കര വികാരത്തോട് കൂടിയിട്ടുള്ള വാക്കുകളാണ് അവിടെ സംസാരിക്കുന്നത്. അപ്പം ഇതെല്ലാം എന്താണ്? പെർസ്യൂസീവ് ടെക്നിക്കാണ്, ആൾക്കാരെ സ്വാധീനിക്കാനുള്ള ടെക്നിക്ക് തന്നെയാണ്, അല്ലെങ്കിൽ ആൾക്കാരിലേക്ക് ഈ ഒരു സത്യം എത്തിക്കാനുള്ള ടെക്നിക്കാണ്. ഇനി ഇതിന്റെ ടോൺ എങ്ങനെയാണെന്നാണ് ചോദിച്ചിരിക്കുന്നത് കേട്ടോ. ടോൺ ഓഫ് ദ സ്പീച്ച്, ഈ പ്രസംഗത്തിന്റെ ഒരു ശൈലി, ഒരു ഭാവം എങ്ങനെയാണ്? ദ ടോൺ ഓഫ് ദ സ്പീച്ച് ഈസ് റെസ്പെക്ട്ഫുൾ, ഇമോഷണൽ, സോറോഫുൾ ആൻഡ് പെർസ്യൂസീവ്. ഈ പ്രസംഗത്തിന്റെ ഭാവം എന്ന് പറയുന്നത് മറ്റുള്ളവരോട് റെസ്പെക്ട്ഫുൾ ആണ്, ബഹുമാനം കൊടുക്കുന്നുണ്ട്. അതുപോലെ അദ്ദേഹത്തിന്റെ ഇമോഷൻ കാണിക്കുന്നുണ്ട്, വികാരങ്ങൾ കാണിക്കുന്നുണ്ട്, ദുഃഖം നിറഞ്ഞതായിരുന്നു. അതുപോലെ തന്നെ പെർസ്യൂസീവ്, ജനങ്ങളെ സ്വാധീനിക്കുന്നതുമായിരുന്നു. ആന്റണി സ്പീക്ക് കാംലി അറ്റ് ഫസ്റ്റ്, ആദ്യം വളരെ കാമായിട്ട് ശാന്തമായിട്ടാണ് സംസാരിക്കുന്നത്. ബട്ട് ഗ്രാജുവലി മേക്ക് ദ ക്രൗഡ് ആംഗ്രി വിത്ത് ദ കോൺസ്പിരേറ്റർ. എന്നാൽ പതുക്കെ പതുക്കെ അദ്ദേഹം ജനക്കൂട്ടത്തെ ഇതിന്റെ പിന്നിൽ ആരൊക്കെയാണോ ഗൂഢാലോചന ചെയ്തത് അവർക്കെതിരെ ശത്രുതയും ദേഷ്യവും ആൾക്കാരിൽ ജനിപ്പിക്കുന്നുണ്ട് കേട്ടോ. ഫിഗർ ഓഫ് സ്പീച്ച്, വെർബൽ അയോണി നമ്മൾ പറഞ്ഞു. ബ്രൂട്ടസ് ഈസ് എൻ ഓണറബിൾ മാൻ. ബ്രൂട്ടസ് ഒരു അഭിമാനിയായിട്ടുള്ള ആളാണ് കേട്ടോ. ഒന്ന് പരിഹാസത്തോടു കൂടി പറയുന്ന വാക്ക്. റെട്ടറിക്കൽ ക്വസ്റ്റ്യൻ, വാസ് ദിസ് എംബീഷൻ? അവിടെ പറയുന്നുണ്ട്, നമുക്കതൊന്നൊരു ഉത്തരം വേണ്ട, ഒരു പോയിന്റ് ആണ് പറയുന്നത്. ഇതാണോ നിങ്ങൾ പറയുന്നത് അദ്ദേഹം ഒരു അധികാരമോഹിയാണെന്നൊക്കെ? പിന്നെ മെറ്റാഫോർ പറയുന്നുണ്ട്, മൈ ഹാർട്ട് ഈസ് ഇൻ ദ കോഫിൻ ദ വിത്ത് സീസർ. എൻ്റെ ഹാർട്ട് ഇപ്പോഴും ആ സീസറിന്റെ ശവകുടീരത്തിലാണ് എന്ന് പറയുന്നുണ്ട്. അപ്പൊ അവിടെ പറയുന്നത് എന്താണ്? അദ്ദേഹത്തിന്റെ ഹൃദയം എടുത്ത് ആ ഒരു ശവപ്പെട്ടിയിൽ വെച്ചേക്കാണോ? അല്ല, മറിച്ച് അവിടെ പറയുന്നത് അതിനുള്ളൊരു മീനിങ് വേറെയാ. സെന്റൻസിന്റെ അർത്ഥം പറയുമ്പോൾ ആ ഒരു ശവകുടീരത്തിൽ തന്റെ ഹൃദയം എടുത്ത് വെച്ചു എന്നുള്ളത്. എന്നാൽ അതിന്റെ മീനിങ് അതല്ല. അതിനാണ് നമ്മൾ മെറ്റാഫോർ എന്ന് പറയുന്നത്. അതിന്റെ മീനിങ് എന്താണ്? അദ്ദേഹത്തിന്റെ വിഷമോ, അല്ലെങ്കിൽ അദ്ദേഹം ഇപ്പോഴും മരിച്ചു കിടക്കുന്ന സീസറിന്റെ അടുത്താണ്, അദ്ദേഹത്തിന് അത്രയധികം വേദനയുണ്ട്, വിഷമമുണ്ട് എന്ന് കാണിക്കുന്ന ലൈനാണ്. റിപ്പീറ്റേഷൻ ആയിട്ടുള്ള ലൈൻ നമുക്കറിയാലോ. ബ്രൂട്ടസ് ഈസ് എൻ ഓണറബിൾ മാൻ. ബ്രൂട്ടസ് ഒരു അഭിമാനിയായിട്ടുള്ള ആളാണ് കേട്ടോ എന്ന് പറഞ്ഞുകൊണ്ടിരിക്കുന്നുണ്ട്. ഇനി അതിന്റെ കൺക്ലൂഷൻ എന്ന് പറഞ്ഞ ഹെഡിങ് ഒന്നും കൊടുക്കരുത്. നിങ്ങളൊരു പാരഗ്രാഫ് ആയിട്ട് വേണം കൺക്ലൂഷൻ എഴുതാനായിട്ട്. ദിസ് സ്പീച്ച് ഈസ് എ പവർഫുൾ എക്സാമ്പിൾ ഓഫ് ഷേക്സ്പിയേഴ്സ് റൈറ്റിംഗ്. ഷേക്സ്പിയറിന്റെ റൈറ്റിംഗിന്റെ ഒരു പവർഫുൾ എക്സാമ്പിൾ ആണ് ഇത്. Through blank versa, irony, rhetorical question, repetition, emotional appeal, Antony proved that Caesar was not ambitious and win the support of Roman people. സീസർ ഒരു അധികാരമോഹിയല്ല എന്നുള്ളത് തെളിയിക്കുകയും ചെയ്തു. അതിന്റെ കൂടെ തന്നെ റോമനിലെ ആൾക്കാരുടെ മനസ്സെല്ലാം കവർന്നു. ആരെ? സീസറിനെ കൊണ്ട്. ഇറ്റ് ടീച്ചേഴ്സ് us that truth, loyalty and the right use of words can influence others. നമ്മൾ സത്യസന്ധരാണ്, നമ്മുടെ ഭാഗത്ത് ന്യായം ഉണ്ടെങ്കിൽ നമുക്ക് നല്ലവരായിട്ടുള്ള ആൾക്കാരുടെ ഹൃദയത്തിനെ ഇൻഫ്ലുവൻസ് ചെയ്യാൻ, പ്രചോദിപ്പിക്കാൻ നമ്മുടെ വാക്കുകൾക്ക് കഴിയുമെന്നാണ് ഈ ഒരു സ്പീച്ച് നമ്മളെ പഠിപ്പിക്കുന്നത് കേട്ടോ. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ നിങ്ങൾക്ക് മനസ്സിലായല്ലോ. 10th ക്വസ്റ്റിൽ എയും ബിയും ഉണ്ടായിരുന്നു. നിങ്ങൾക്ക് ഏതെങ്കിലും ഒരെണ്ണം അറ്റൻഡ് ചെയ്താൽ മതി. ഞാൻ എല്ലാത്തിൻ്റെയും ആൻസർ ഇവിടെ തരുന്നുണ്ട് കേട്ടോ. ഹിയർ ആർ 2 excerpts from the play Julius Caesar. They are the words of Brutus and Mark Antony delivered the occasion of Caesar's funeral. സീസറിന്റെ മരണാന്തര ചടങ്ങിലെ ആന്റണിയും ബ്രൂട്ടസും പറയുന്ന 2 കാര്യങ്ങളാണ് അവിടെ 2 കോളത്തിലായിട്ട് എഴുതിയിരിക്കുന്നത് കേട്ടോ. ബ്രൂട്ടസ് പറയുന്നുണ്ട്, നോട്ട് ദാറ്റ് ഐ ലവ് സീസർ ലെസ് ബട്ട് ദാറ്റ് ഐ ലവ് റോം മോർ. ഞാൻ സീസറിനെ കുറച്ച് സ്നേഹിച്ചുകൊണ്ടല്ല, എനിക്ക് അതിനേക്കാൾ ഇഷ്ടമായിരുന്നു ഈ രാജ്യത്തെ എന്ന് ബ്രൂട്ടസ് അവിടെ പറയുന്നുണ്ട്. ബ്രൂട്ടസ് പറയുന്നത് തികച്ചും ക്രൂവലായിട്ടുള്ള ഒരു കാര്യം തന്നെയാണ്. കാരണം അവനായിരുന്നു അധികാരമോഹി, നമുക്കറിയാം. ആസ് സീസർ ലവ്ഡ് മീ ഐ വെയ്റ്റ് ഫോർ ഹിം. As he was fortunate, I rejoice at it. As he was brave, I honor him. But he was ambitious, I killed him. ഇതിൽ പറയുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ സീസറിന്റെ കാര്യങ്ങളാണ് പറയുന്നത് കേട്ടോ. പിന്നീട് ആദ്യം അവൻ പറഞ്ഞ എന്താണ്? സീസറിനെ ഞാൻ എനിക്ക് സീസറിനോട് സ്നേഹക്കുറവുണ്ടായിട്ടല്ല, പക്ഷേ റോമിനെ ഞാൻ അതിനേക്കാൾ കൂടുതൽ സ്നേഹിക്കുന്ന കാരണമാണ് ഞാൻ അവനെ കൊന്നത്. സീസർ എന്നെ സ്നേഹിച്ചിരുന്നതിനാൽ ഞാൻ അവനെ ഓർത്ത് കണ്ണീർ വാർക്കുന്നുണ്ട്. അതാണ് ഐ വീപ് ഫോർ ഹിം എന്ന് പറയുന്നത്. ആസ് ഹി വാസ് ഫോർച്യുനേറ്റ്, ഐ റിജോയ്സ് അറ്റ് ഇറ്റ്. അവൻ ഭാഗ്യവാനായിരുന്നതിനാൽ ഞാൻ അതിൽ സന്തോഷിക്കുന്നു. ആസ് ഹി വാസ് ബ്രേവ്, ഐ ഓണർ ഹിം എന്ന് പറയുന്നുണ്ട്. അവൻ ധീരനായിരുന്നതിനാൽ ഞാൻ അവനെ ആദരിക്കുന്നു. ബട്ട് ആസ് ഹി വാസ് എംപീഷ്യസ്, ഐ കിൽഡ് ഹിം. എന്നാൽ അവൻ അധികാരമോഹിയായിരുന്നതിനാൽ ഞാൻ അവനെ കൊന്നു എന്നാണ് പറയുന്നത് കേട്ടോ. അപ്പൊ അത് വളരെ നുണയായിട്ടുള്ള ഒരു പറച്ചിലായിരുന്നു പറയുന്നുണ്ടായിരുന്നു. ഇനി മാർക്ക് ആന്റണി അവിടെ പറയുന്നത് നോക്കിയേ. ഹി ഹാഡ് ബ്രോട്ട് മെനി captives home to Rome, whose ransom did the general coffers fill. Did this in Caesar seem ambitious? When that the poor have cried, Caesar hath wept. Ambitious should be made of steamer stuff.
Yet Brutus says he was ambitious. And Brutus is an honorable man. ഇതിലെന്താണ് പറയുന്നത്? അവൻ പറയുന്നുണ്ട് അവിടെ ഒരുപാട് ക്യാപ്റ്റീൻസ് ഹോം ടു റോം എന്ന് പറയുന്നുണ്ട്. ഹി ഹാത്ത് ബോട്ട്. അപ്പോൾ എന്താ അവിടെ പറയുന്നത്? ഒട്ടനവധി തടവുകാരെ റോമിലേക്ക് കൊണ്ടുവരികയും അവിടുത്തെ റാൻസം, ഞാൻ നേരത്തെ പറഞ്ഞു, അവിടുത്തെ മോചനദ്രവ്യം എന്ന് വെച്ചാൽ മോചനത്തിനായിട്ട് വരുന്ന ആ ഒരു ക്യാഷ് ആയാലും കാര്യങ്ങളായാലും അവൻ എന്ത് ചെയ്യുന്നുണ്ട്? ഹൂസ് റാൻസം ഡിഡ് ദ ജനറൽ കോഫേഴ്സ് ഫിൽ. കോഫേഴ്സ് എന്ന് വെച്ചാൽ എന്താ നമ്മൾ പറഞ്ഞേ? അവിടുത്തെ ആ ഒരു ഖജനാവ് അല്ലെങ്കിൽ ഭണ്ഡാരം എന്നൊക്കെ അർത്ഥം. അത് നിറയ്ക്കാൻ വേണ്ടിയിട്ട് അവൻ അങ്ങനെ ഹെൽപ്പ് ചെയ്തിട്ടുണ്ട്. എന്തിനു വേണ്ടിയിട്ടാ? അവിടുത്തെ റോമിലെ ആൾക്കാർക്ക് വേണ്ടിയിട്ട്. അപ്പൊ പിന്നെ അവൻ ചോദിക്കുകയാണ്, ഇതിൽ സീസർ ഒരു അധികാരമോഹിയായിട്ട് നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ എന്ന് ചോദിക്കുക. പിന്നെ പറയുന്നത് എന്താ? വെൻ ദാറ്റ് പുവർ ഹാവ് ക്രൈഡ് സീസർ ഹാത്ത് വെപ്റ്റ്. നമ്മൾ ഓൾറെഡി പറഞ്ഞു, പാവപ്പെട്ടവർ കരഞ്ഞപ്പോഴൊക്കെ സീസറും ഒപ്പം കരഞ്ഞിട്ടുണ്ട്. അപ്പോൾ അധികാരമോഹമുള്ള അംബീഷ്യസ് ഷുഡ് ബി മെയ്ഡ് ഓഫ് സ്റ്റേണർ സ്റ്റഫ് എന്നാ പറഞ്ഞിരിക്കുന്നത്. അധികാരമോഹമുള്ള ആൾക്കാർ ഇതിലും കഠിനമായ ഒന്നുകൊണ്ടായിരിക്കും നിർമ്മിക്കപ്പെടുന്നത്. അപ്പൊ അവരങ്ങനെ പെട്ടെന്നൊന്നും കരയില്ല എന്നാ പറയുന്നത്. എന്നാൽ അദ്ദേഹം കരഞ്ഞു, അധികാരമോഹിയല്ല. അപ്പോൾ എന്നാൽ യെസ് ബ്രൂട്ടസ് സേസ് ഹി വാസ് എംബീഷ്യസ്. എന്നാൽ ഇവിടെ ബ്രൂട്ടസ് പറയുന്നത് അധികാരമോഹിയായിരുന്നു എന്നാണ് കേട്ടോ. എന്നാൽ ബ്രൂട്ടസ് ഒരു മാന്യനായിട്ടുള്ള ഒരു വ്യക്തിയാണ്. ഇതാണ് രണ്ടാളും പറയുന്ന കാര്യങ്ങൾ. ബോത്ത് ബ്രൂട്ടസ് ആൻഡ് മാർക്ക് ആന്റണി ടോക്ക് അബൌട്ട് സീസേഴ്സ് ambition and how much they cared for him. Brutus claims Caesar had to be killed for Rome's welfare, while Antony insists Caesar showed no signs of ambition. Which of their argument do you find more convincing, and what does each speaker want the people to think? Write your response in a paragraph. ബ്രൂട്ടസും മാർക്കാന്റണിയും സീസറും ഒക്കെ അദ്ദേഹത്തിന്റെ അമിത ആഗ്രഹത്തെ കുറിച്ചിട്ട്, അതാണ് നമ്മൾ അംബീഷൻ എന്ന് പറഞ്ഞത്, ആഗ്രഹത്തെ കുറിച്ചിട്ടാണ് പറഞ്ഞത്. അതിമോഹിയാണ്. അത് രണ്ട് തരത്തിലാണ് പറഞ്ഞത്. അവർക്ക് അദ്ദേഹത്തോട് ഉണ്ടായിരുന്ന സ്നേഹത്തെ കുറിച്ചിട്ടും അവർ സംസാരിക്കുന്നുണ്ട്. റോമിന്റെ നന്മയ്ക്ക് വേണ്ടി സീസറെ കൊല്ലേണ്ടത് അനിവാര്യമായിരുന്നു എന്ന് ബ്രൂട്ടസ് അവകാശപ്പെടുമ്പോൾ സീസർ ഒരിക്കലും ഒരു അധികാരത്തിന്റെ മോഹിയല്ല എന്നാണ് ആന്റണി വാദിക്കുന്നത്. ഇവരിലെ ആരുടെ വാദങ്ങളാണ് നിങ്ങൾക്ക് കൂടുതൽ ബോധ്യപ്പെട്ടത്? ഓരോ പ്രസംഗകനും ജനങ്ങൾ എന്ത് ചിന്തിക്കണമെന്നാണ് ആഗ്രഹിക്കുന്നത്? നിങ്ങളുടെ മറുപടി ഒരു പാരഗ്രാഫായിട്ട് എഴുതാനോ പറഞ്ഞിരിക്കുന്നത്. അപ്പം നിങ്ങൾക്ക് ആരാണ് കറക്റ്റ് എന്നാണ് തോന്നുന്നത്, അതെന്തുകൊണ്ട് എന്നുള്ളത് നിങ്ങൾ എന്ത് വേണം? ആ ഒരു പാരഗ്രാഫായിട്ട് എഴുതണം. I find Mark Antony's argument more convincing because he gives clear example to prove that Caesar was not ambitious. മാർക്ക് ആന്റണിയുടെ വാദങ്ങളാണ് എനിക്ക് കൂടുതൽ ബോധ്യപ്പെട്ടത്. കാരണം സീസർ അവിടെ ഒരു അധികാരമോഹിയല്ല എന്ന് തെളിയിക്കാൻ അദ്ദേഹം വ്യക്തമായ ഉദാഹരണങ്ങൾ നൽകിയിട്ടുണ്ട്. He says that Caesar brought wealth to Rome through war, felt pity for the poor and refused the crown 3 times. അപ്പോൾ ഇവിടെ എന്ത് പറയുന്നുണ്ട്? യുദ്ധത്തിലൂടെ സീസർ റോമിലേക്ക് സമ്പത്ത് കൊണ്ടുവന്നിട്ടുണ്ടെന്നും പാവപ്പെട്ടവരോട് കരുണ കാണിച്ചുവെന്നും 3 തവണ രാജകിരീടം നിരസിച്ചു എന്നും ആന്റണി പറയുന്നുണ്ട്. അപ്പോൾ ഒരു അധികാരമോഹിയായിട്ടുള്ള ആൾക്ക് എങ്ങനെയാണ് ഈ 3 തവണ ഈ ഒരു രാജകിരീടം വേണ്ടെന്ന് വെക്കാൻ തോന്നുക? അതുപോലെ പാവപ്പെട്ടവരോട് ഇത്രയും കരുണ തോന്നുക എങ്ങനെയാ? അതുപോലെ യുദ്ധം ചെയ്ത് അവിടേക്ക് സമ്പത്ത് കൊണ്ടുവരാൻ എങ്ങനെയാണ് അദ്ദേഹത്തിന് തോന്നുക? ദീസ് ആക്ഷൻ ഷോ ദാറ്റ് സീസർ കെയർഡ് മോർ അബൌട്ട് റോം ദാൻ അബൌട്ട് ഗെയിനിങ് പവർ. അപ്പോൾ ഈ പ്രവർത്തികൾ കാണിക്കുന്നത് സീസറിന് സ്വന്തം അധികാരത്തെക്കാൾ കൂടുതൽ താല്പര്യം റോമിന്റെ കാര്യത്തിലായിരുന്നു എന്നാണ്. On the other hand, Brutus only says that he killed Caesar because he was ambitious, but does not provide enough evidence. എന്നാൽ ഇവിടെ മറുവശത്ത് സീസർ അമിതാഗ്രഹി എന്ന് വെച്ചാൽ എന്താണ്? അധികാരമോഹിയാണെന്നാണ് അവിടെ ആര് പറയുന്നത്? ബ്രൂട്ടസ് പറഞ്ഞുകൊണ്ടിരിക്കുന്നത് കേട്ടോ. അദ്ദേഹത്തെ, ആ സീസറിനെ താൻ കൊന്നത് അവിടെ ഇങ്ങനെ ഒരു അധികാരമോഹി ആയതുകൊണ്ടാണെന്നും അദ്ദേഹം പറയുന്നുണ്ട്. എന്നാൽ അതിനെ അംഗീകരിക്കാൻ വേണ്ടി അല്ലെങ്കിൽ സാധൂകരിക്കാൻ വേണ്ടിയിട്ട് ആവശ്യമായിട്ടുള്ള തെളിവുകളൊന്നും അദ്ദേഹം നൽകുന്നുമില്ല. എവിഡൻസ് എന്ന് പറഞ്ഞാൽ എന്താ? തെളിവുകൾ കൊടുക്കുന്നില്ല. ബ്രൂട്ടസ് വാണ്ട്സ് ദ പീപ്പിൾ ടു ബിലീവ് ദാറ്റ് സീസർ ഡെത്ത് വാസ് നെസസറി ടു പ്രൊട്ടക്ട് റോം. ഇവിടെ റോമിനെ സംരക്ഷിക്കാൻ സീസറുടെ മരണം അനിവാര്യമാണ്, അത്യാവശ്യമാണ് എന്ന് ജനങ്ങളെ വിശ്വസിപ്പിക്കാനാണ് ബ്രൂട്ടസ് ഇവിടെ ആഗ്രഹിക്കുന്നത്. ആന്റണി, however, want the people to realize that Caesar was innocent and the Brutus and the other conspirators were wrong to kill him. എന്നാൽ ഇവിടെ എന്താണ് വേണ്ടത്? ഇവിടെ സീസർ നിരപരാധിയാണെന്നും ബ്രൂട്ടസും മറ്റു ഗൂഢാലോചന ചെയ്ത ആൾക്കാരും അദ്ദേഹത്തെ കൊന്നത് തെറ്റായിരുന്നെന്നും ജനങ്ങൾ മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് ആന്റണി അവിടെ ആ ഒരു പ്രസംഗം പറയുന്നുണ്ട്. അതായിരുന്നു ആന്റണിയുടെ ആഗ്രഹം കേട്ടോ. ഇനി his speech changed the people's opinion
ആൻഡ് മേക്ക് ദ സിമ്പത്തൈസ് വിത്ത് സീസർ. അങ്ങനെ ആന്റണിയുടെ ആ ഒരു പ്രസംഗം ജനങ്ങളുടെ അഭിപ്രായം മാറ്റുകയും സീസറോട് അവർക്ക് സഹതാപം തോന്നാൻ ഇടയാവുകയും ചെയ്യുന്നുണ്ട്. അവിടെ സിമ്പത്തൈസ് എന്ന് പറഞ്ഞാൽ എന്താ, സഹതാപം തോന്നാൻ ഇടയാവുകയാണ് ചെയ്തത്. കാര്യങ്ങളെല്ലാം അവർക്ക് മനസ്സിലായി. അതിന് തക്ക എല്ലാ തെളിവുകളും ആന്റണി അവിടെ പറയുന്നുണ്ട്. ഓക്കെ, അപ്പോൾ എൻ്റെ ഭാഗം ആർക്ക് വേണ്ടിയിട്ടാണ്? ഞാൻ പറയുന്നത് ആന്റണിയുടെ ആർഗ്യുമെന്റ് ആണ് കറക്റ്റ് എന്നുള്ളത്. എല്ലാവരും അങ്ങനെ തന്നെയാണ് പറയേണ്ടത് ആണല്ലോ. നെക്സ്റ്റ് വൺ നമുക്ക് ഇതുപോലെ തന്നെ വേറൊരു പാരഗ്രാഫ് ഉണ്ടായിരിക്കും. ആ പാരഗ്രാഫിന് ആൻസേഴ്സ് എടുത്ത് എഴുതാനുണ്ടായിരിക്കും കേട്ടോ. ഇത് നമുക്ക് പഠിക്കാനുള്ള ഒരു പാരഗ്രാഫ് അല്ല, പക്ഷെ ഇതിന്റെ ആൻസേഴ്സ് ഒക്കെ കൊടുക്കുന്നുണ്ട്. നിങ്ങൾ ആ പാരഗ്രാഫ് ഒന്ന് വായിക്കുക, ആൻസേഴ്സ് ഒക്കെ ഒന്ന് നോക്കുക, എന്നിട്ട് നിങ്ങൾക്ക് ആൻസർ ഒക്കെ കറക്റ്റ് ആയിട്ട് ആ പാരഗ്രാഫിൽ നിന്ന് എടുത്ത് എഴുതാൻ പറ്റുന്നുണ്ടോ എന്നുള്ളതൊന്ന് നോക്കി കൺഫേം ചെയ്യാം കേട്ടോ. അടുത്ത സെക്ഷൻ ഓഫ് ക്വസ്റ്റ്യൻസിലെ എയും ബിയും ഉണ്ടായിരിക്കും. ഏതെങ്കിലും ഒരെണ്ണം അറ്റൻഡ് ചെയ്യുക കേട്ടോ. ഞാനിവിടെ എല്ലാത്തിന്റെ ആൻസർ കൊടുക്കുന്നുണ്ട്. നിങ്ങൾക്ക് വരുമ്പോൾ ഏതെങ്കിലും ഒരെണ്ണം അറ്റൻഡ് ചെയ്യാൻ നിൽക്കുക. എല്ലാം എഴുതരുത്, സമയം വെറുതെ കളയരുത്. അപ്പോൾ ഇവിടെ 15th ക്വസ്റ്റ്യൻ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. ഇൻ ദ സ്റ്റോറി എ വെരി ഓൾഡ് മാൻ വിത്ത് എനോർമസ് വിങ്സ്, ഗബ്രിയൽ ഗാർഷ്യ portray how the society tends to isolate the one who appear weak, vulnerable and different. Based on your reading of the story, prepare a review focusing on its characterization, theme and plot development. അപ്പം നമുക്ക് എ വെരി ഓൾഡ് മാൻ വിത്ത് എനോർമസ് വിങ്സ് എന്ന് പറഞ്ഞ ചാപ്റ്റർ അറിയാലോ. അതിലെ ആ ഒരു മനുഷ്യൻ വീക്കായിട്ടാണ് വന്നത്, ഡിഫറെൻ്റ് ആയിട്ട് വ്യത്യസ്തനായിട്ടാണ് വന്നത്. പക്ഷെ എങ്ങനെയാണ് സൊസൈറ്റി ആളെ കണ്ടത്? കുറെ ഉപദ്രവിച്ചിട്ടൊക്കെ ഉണ്ടാവും, നമുക്കറിയാം. അപ്പൊ ആ ഒരു ചാപ്റ്ററിൽ ആ സ്റ്റോറി വായിച്ചതിന്റെ ഫലത്തില് അദ്ദേഹത്തെ കുറിച്ചിട്ടും അതിലെ തീമിനെ പറ്റിയിട്ടും അതിലെ ഓരോ പ്ലോട്ട് ഡെവലപ്മെന്റ്, ഓരോ രീതിയിൽ ആ കഥ എങ്ങനെയൊക്കെ മാറുന്നുണ്ടെന്നതിനെ കുറിച്ചിട്ടും ഒരു റിവ്യൂ എഴുതാനാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പൊ ഞാൻ നിങ്ങൾക്ക് ആദ്യം എങ്ങനെയാണ് ഒരു റിവ്യൂ എഴുതാൻ ഏത് ക്വസ്റ്റ്യൻ ആയാലും വന്നു കഴിഞ്ഞാൽ എന്തൊക്കെ കാര്യങ്ങൾ ഇൻക്ലൂഡ് ചെയ്യണം എന്നുള്ള പോയിന്റ്സ് ആദ്യം തരും, എന്നിട്ട് അതിന്റെ ആൻസർ പറഞ്ഞുതരാം കേട്ടോ. ഇതിൽ നമുക്ക് ബ്രാക്കറ്റ്സിൽ എന്തൊക്കെ കാര്യങ്ങൾ അതിൽ ഇൻക്ലൂഡ് ചെയ്യണം എന്ന് പറഞ്ഞിട്ടുണ്ട്. ആ കാര്യങ്ങളൊക്കെ നിങ്ങൾ ആൻസറിൽ ഇൻക്ലൂഡ് ചെയ്തോളോ. ഇതൊക്കെ ഇൻക്ലൂഡ് ചെയ്തുകൊണ്ട് ഞാനിപ്പോൾ ആൻസർ തയ്യാറാക്കിയിട്ടുണ്ട്. നിങ്ങളത് നോക്കുക കേട്ടോ. എന്തായാലും പഠിച്ചു. ഹൗ ടു റൈറ്റ് എ സ്റ്റോറി റിവ്യൂ അല്ലെങ്കിൽ ബുക്ക് റിവ്യൂ എങ്ങനെ എഴുതുക? വൺ റൈറ്റിംഗ് എ റിവ്യൂ ഫോർ എൻ എക്സാം. ഒരു എക്സാമിന് വേണ്ടി നിങ്ങൾ എഴുതുമ്പോൾ നിങ്ങൾക്ക് വേണ്ട പോയിന്റ്സ് കേട്ടോ. ഹെഡിങ് വേണം. റിവ്യൂവിന് ഫസ്റ്റ് വേണ്ടത് ഹെഡിങ്. റൈറ്റ് ദ ടൈറ്റിൽ ഓഫ് ദ സ്റ്റോറി ആൻഡ് ദ ഓതേഴ്സ് നെയിം അറ്റ് ദ ടോപ്പ്. നിങ്ങൾ വായിച്ച സ്റ്റോറിനെ കുറിച്ചിട്ടുള്ള റിവ്യൂ ആണെങ്കിൽ നിങ്ങൾക്ക് ആ റിവ്യൂ, ആ സ്റ്റോറിയുടെ പേര് നിങ്ങൾക്ക് ടൈറ്റിലായിട്ട് കൊടുക്കാം. ഇൻട്രൊഡക്ഷൻ വേണം. മെൻഷൻ ദ നെയിം ഓഫ് ദ ബുക്ക് ഓർ സ്റ്റോറി, ദ ഓതർ ആൻഡ് എ ബ്രീഫ് വൺ ലൈൻ സമ്മറി ഓഫ് വാട്ട് ദ സ്റ്റോറി ഈസ് അബൌട്ട്. പിന്നെ എഴുതേണ്ടത് അതിലെ ഇൻട്രൊഡക്ഷൻ ആണ്. അപ്പൊ ഏതാണ് നിങ്ങൾ ഏതിനെ കുറിച്ചിട്ടാണ് റിവ്യൂ എഴുതാൻ പോണ് അത് എഴുതുക. അത് ആരാണ് എഴുതിയേക്കുന്നത്, അതിൽ പറയുന്ന കാര്യങ്ങൾ ഒന്നോ രണ്ടോ ലൈനിൽ ഇൻക്ലൂഡ് ചെയ്യുക. പിന്നെ വേണ്ടതാണ് തീം. വൈ? എക്സ്പ്ലെയിൻ ദ മെയിൻ മെസ്സേജ് ഓർ മോറൽ ഓഫ് ദ സ്റ്റോറി. അതിലെ മെയിൻ ആയിട്ടുള്ള മെസ്സേജ് എന്താണ്, അല്ലെങ്കിൽ ആ സ്റ്റോറിയിലെ ആ മോറൽ എന്താണ് എന്നുള്ളത് അതിൽ ഇൻക്ലൂഡ് ചെയ്യണം തീമിൽ കേട്ടോ. വാട്ട് ഈസ് ദ ഓതർ ട്രൈങ് ടു ടീച്ചേഴ്സ് അബൌട്ട് ലൈഫ് ഓർ സൊസൈറ്റി. നമ്മുടെ ജീവിതത്തെ കുറിച്ചിട്ടോ സമൂഹത്തിനെ കുറിച്ചോ എന്തെങ്കിലും കാര്യങ്ങൾ പറയാൻ ഓതർ തയ്യാറാകുന്നുണ്ടോ? അങ്ങനെയാണെങ്കിൽ ആ കാര്യങ്ങളൊക്കെ എഴുതുക. അപ്പൊ ഇതിലിപ്പോ നമുക്കറിയാം ഓൾഡ് മാനെ സൊസൈറ്റി ഭയങ്കര ക്രൂവലായിട്ട് ആദ്യം കാണുന്നത്. അപ്പൊ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നിങ്ങൾ ഇൻക്ലൂഡ് ചെയ്യുക. പിന്നെ റിവ്യൂവിൽ എന്തൊക്കെയാണ് വേണ്ടത്? ക്യാരക്ടറൈസേഷൻ വേണം. ഹൂ? ആരെ കുറിച്ചിട്ടാണ് പറയുന്നത്. ഡിസ്ക്രൈബ് ദ മെയിൻ ക്യാരക്ടേഴ്സ്. ആ സ്റ്റോറിയിൽ അല്ലെങ്കിൽ ആ ബുക്കിൽ വരുന്ന മെയിൻ ആയിട്ടുള്ള ക്യാരക്ടേഴ്സ് ആരൊക്കെയാണ്, കഥാപാത്രങ്ങൾ ആരാണ്. ടോക്ക് അബൌട്ട് ദെയർ അപ്പിയറൻസ്. അവരെങ്ങനെയാണ് കാണാൻ, അവരുടെ പേഴ്സണാലിറ്റി എങ്ങനെയാണ്, ഹൗ ദേ ബിഹേവ്, അവരെങ്ങനെ പെരുമാറുന്നുണ്ട്, ആ കാര്യങ്ങളൊക്കെ നമ്മൾ അവരെ കുറിച്ചിട്ട് എഴുതണം. റിവ്യൂലെ മറക്കരുത്. പ്ലോട്ട് ഡെവലപ്മെന്റ് എന്ന് പറയുന്നുണ്ട്. വാട്ട് എന്നാ ചോദിച്ചിരിക്കുന്നത്. ബ്രീഫ്ലി എക്സ്പ്ലെയിൻ ദ ഫ്ലോ ഓഫ് ദ സ്റ്റോറി. എന്താണ് വാട്ട് എന്ന് പറഞ്ഞാൽ എന്താ, എന്താണ് ആ കഥയിൽ സംഭവിക്കുന്നത്, ആ കഥയുടെ കംപ്ലീറ്റ് ഫ്ലോ നമ്മൾ എഴുതണം. എങ്ങനെയാണ് തുടങ്ങുന്നത്, ഹൗ ഇറ്റ് ബിഗിൻ, ദ മെയിൻ കോൺഫ്ലിക്റ്റ് ഓർ ടേണിംഗ് പോയിന്റ് ഇൻ ദ മിഡിൽ, എന്താണ് അതിലെ ടേണിംഗ് പോയിന്റ്, ഹൗ ഇറ്റ് എൻഡ്, എങ്ങനെയാണ് അത് അവസാനിക്കുന്നത്. ഇത്രയും കാര്യങ്ങൾ അതിൽ ഇൻക്ലൂഡ് ചെയ്യണം. വിത്തൗട്ട് ഗിവിങ് അവേ ടു മെനി സ്പോയിലേഴ്സ് ഇഫ് ഇറ്റ്സ് എ മിസ്റ്ററി. എന്ന് പറഞ്ഞാൽ ഒരുപാട് കാര്യങ്ങളൊന്നും ഇൻക്ലൂഡ് ചെയ്യണ്ട. നമുക്ക് ഒരാൾക്ക് ഒരു റിവ്യൂ എന്ന് പറഞ്ഞാൽ എന്താ, ഒരു കഥ മൊത്തമല്ല. അങ്ങനെയാണെങ്കിൽ ആ കഥ ഇരുന്ന് വായിച്ചാൽ പോരെ. ആ കഥയിൽ നിന്ന് എന്ത് മനസ്സിലായോ കാര്യമാണ് നമ്മൾ അതിൽ എഴുതുന്നത്. അവസാനം അതിനൊരു കൺക്ലൂഷൻ വേണം. ഗിവ് യുവർ ഫൈനൽ തോട്ട് ഓർ ഒപ്പീനിയൻ ഓഫ് ദ സ്റ്റോറി. നിങ്ങളുടെ അഭിപ്രായം എന്താണ് ആ സ്റ്റോറിയെ കുറിച്ചിട്ട്, അത് എഴുതണം. യു ക്യാൻ മെൻഷൻ ഹൂ വുഡ് എൻജോയ് റീഡിങ് ഇറ്റ്. അപ്പം നമ്മൾ പറയും പ്രായമുള്ള ആൾക്കാർക്ക് ഇത് വായിക്കാൻ ആസ്വാദകരമായിരിക്കും, അല്ലെങ്കിൽ ചെറുപ്പക്കാർക്ക് ഇത് വായിക്കാൻ ആസ്വാദകരമായിരിക്കും. അങ്ങനെയുള്ള കാര്യങ്ങൾ എഴുതണം. അപ്പം ആദ്യം ഹെഡിങ്, പിന്നെ അതിൽ ഇൻട്രൊഡക്ഷൻ വേണം, പിന്നെ തീം, എന്താണ് ആ സ്റ്റോറിയുടെ മോറൽ എന്ന് എഴുതണം. എന്താണ് ക്യാരക്ടർ, ആരാണ് ക്യാരക്ടർ, എന്തൊക്കെയാണ് ക്യാരക്ടറിന്റെ ബിഹേവിയർ, പേഴ്സണാലിറ്റി, അങ്ങനെയുള്ള കാര്യങ്ങൾ. പ്ലോട്ട് ഡെവലപ്മെന്റ്, എന്തൊക്കെയാണ് ആ കഥയിൽ സംഭവിക്കുന്നത്, സ്റ്റാർട്ടിങ് എൻഡിങ് മിഡിൽ ടേണിംഗ് പോയിന്റ് ഒക്കെ വേണം. അവസാനം കൺക്ലൂഷൻ. മനസ്സിലായല്ലോ? ഇതൊരു ബുക്കിൽ എഴുതി വെച്ചോളോ. ഏത് ചാപ്റ്ററിന് റിവ്യൂ എഴുതണം എന്ന് പറഞ്ഞാലും ഇത്രയും കാര്യങ്ങൾ അതിൽ ഇൻക്ലൂഡ് ചെയ്യണം.
ഇനി നമുക്ക് റിവ്യൂ സ്റ്റാർട്ട് ചെയ്യാം കേട്ടോ. അപ്പം ഞാനിവിടെ എല്ലാത്തിനും ഓരോ ഹെഡിങ് ആയിട്ട് കൊടുക്കുന്നുണ്ട്. അത് നിങ്ങൾക്ക് പഠിക്കാൻ എളുപ്പത്തിനും മനസ്സിലാവാനും വേണ്ടിയിട്ടാണ് അങ്ങനെ കൊടുത്തിരിക്കുന്നത്. നിങ്ങൾ റിവ്യൂ എഴുതുമ്പോൾ അങ്ങനെ ഹെഡിങ് കൊടുക്കേണ്ട ആവശ്യമില്ല. ഓക്കെ, അപ്പോൾ ആദ്യം ഒരു ഹെഡിങ് കൊടുക്കുക, എ വെരി ഓൾഡ് മാൻ വിത്ത് എനോർമസ് വിങ്സ്. ഇനി ഞാൻ ഇൻട്രഡക്ഷൻ ആണ് എഴുതേണ്ടത്. ഞാൻ വീണ്ടും പറയുന്നു, റിവ്യൂവിൽ നിങ്ങളിങ്ങനെ ഓരോന്നോരോന്നായിട്ട് എന്ത് ചെയ്യേണ്ട ആവശ്യമില്ല, ഹെഡിങ് കൊടുക്കേണ്ട ആവശ്യമില്ല. ഞാൻ നിങ്ങൾക്ക് മനസ്സിലാവാൻ വേണ്ടിയിട്ടാണ് ഓരോന്നിൻ്റെയും ഹെഡിങ് പോലെ കൊടുത്തിരിക്കുന്നത് കേട്ടോ. അപ്പോൾ ഇൻട്രഡക്ഷൻ, അതിൽ നമ്മൾ സ്റ്റോറി ഏതാണെന്ന് എഴുതുക. The story written by Gabriel Garcia. It uses magical realism, which means magical elements, like a man with wings. അപ്പോൾ ഇതിൽ നമ്മൾ മാജിക്കൽ ആയിട്ടുള്ള കുറച്ച് ഒബ്ജക്ട്സ് അല്ലെങ്കിൽ കുറച്ച് എലമെന്റ്സ് യൂസ് ചെയ്യുന്നുണ്ട്. എന്നിട്ട് നിങ്ങൾ എഴുതണം. അതിൻ്റെ ഒരു എക്സാമ്പിൾ ആണ് ആ മാൻ വിത്ത് വിങ്സ് എന്ന് പറയുന്നത്. ചിറകുകളുള്ള ഒരു മനുഷ്യനെയല്ല കണ്ടത്. ആർ ട്രീറ്റഡ് ആസ് നോർമൽ പാർട്ട് ഓഫ് എവറിഡേ ലൈഫ്. എന്നിട്ട് അതിനെ നമ്മൾ എല്ലാവരുടെയും ജീവിതത്തിലെ ഒരു ഭാഗമായിട്ട് കാണുകയാണ് ചെയ്യുന്നത്. ഇനി ഇതിലെ മെയിൻ മെസ്സേജ് എന്താണെന്ന് നിങ്ങൾ എഴുതണം. എഴുതുമ്പോൾ നിങ്ങൾ ഇങ്ങനെ വേണം എഴുതാൻ. ദ മെയിൻ മെസ്സേജ് അല്ലെങ്കിൽ ദ തീം ഓഫ് ദ സ്റ്റോറി ഈസ് ക്രൂവാലിറ്റി ആൻഡ് ഗ്രീഡ്. ഇൻസ്റ്റെഡ് ഓഫ് ഹെൽപ്പിംഗ് ദ വീക്ക് ഓൾഡ് മാൻ, പെലായോ ആൻഡ് എലിസൻഡ ലോക്ക് ഹിം ഇൻ എ ചിക്കൻ കൂപ്പ്. ആ ഒരു വൃദ്ധനെ ഹെൽപ്പ് ചെയ്യുന്നതിന് പകരം പെലായും എലിസൻഡയും അവനെ ഒരു കോഴിക്കോടിൽ അടച്ചിടുകയാണ് ചെയ്തത്. ദേ ചാർജ് പീപ്പിൾ മണി ടു സീ ഹിം. ആൾക്കാർക്ക് പൈസ കൊടുത്തിട്ട് ആൾക്കാരെ കയറ്റുകയാണ് ചെയ്യുന്നത്. എന്തിനു വേണ്ടിയിട്ട്? അവനെ കാണാനായിട്ട് പൈസ കൊടുത്ത് ആൾക്കാരെ അവിടെ ടിക്കറ്റ് എടുത്ത് കയറിപ്പിച്ചു. ഷോയിങ് ഹൗ ഗ്രീഡി ദേ ആർ. അവർ എത്രത്തോളം ഗ്രീഡിയാണ്, പൈസയോട് ആർത്തിയുള്ള ആൾക്കാരാണെന്ന് അവിടെ മനസ്സിലാക്കുന്നുണ്ട്. ഫ്ലീറ്റിംഗ് ഇൻട്രസ്റ്റ്, ദ ക്രൗഡ്സ് ഇൻട്രസ്റ്റ് ഈസ് ടെമ്പററി. ഇനി അവിടെ കാണാൻ പോകുന്ന ഒന്നാണ് ഫ്ലീറ്റിംഗ് ഇൻട്രസ്റ്റ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ആ ഒരാൾക്ക്, ഇപ്പം നമുക്കാണെങ്കിലും ഓരോ ട്രെൻഡ് മാറുന്നതിനനുസരിച്ച് ഡ്രസ്സിനോട് ഓരോരോ പ്രിയങ്ങൾ വരും, സാധനങ്ങളോട് ഓരോരോ പ്രിയം ഇഷ്ടങ്ങൾ വരും. അതുപോലെ തന്നെയാണ് ആ ഒരു ക്രൗഡിൻ്റെ ഇൻട്രസ്റ്റും. അവരുടെ എല്ലാ ഇൻട്രസ്റ്റും ടെമ്പററി ആണ്. ആസ് സൂൺ ആസ് എ ന്യൂ അട്രാക്ഷൻ സ്പൈഡർ വുമൺ, അവിടെ ഒരു സ്പൈഡർ വുമൺ വന്നല്ലോ, ആ സ്പൈഡർ വുമൺ വരുന്നവരെ അവരെന്ത് ചെയ്യുന്നുണ്ട്? ഈ ഒരു വൃദ്ധനെ കാണാൻ വേണ്ടി ആൾക്കാർ വരുന്നുണ്ട്. സ്പൈഡർ വുമൺ വന്നു എന്നുള്ളത് അറിഞ്ഞപ്പോൾ എവരി വൺ ഫോർഗെറ്റ് അബൌട്ട് ദ ഓൾഡ് മാൻ. എല്ലാവരും ഈ വൃദ്ധനെ കുറിച്ച് മറന്നു. എൻഡുറൻസ് എന്ന് പറഞ്ഞാൽ എന്താണ്? അവിടെ ആ ഒരു മനസ്സിന്റെ കരുത്തിനെയാണ് പറയുന്നത് കേട്ടോ. ദ മെയിൻ തീം ഈസ് ദാറ്റ് എൻഡുറൻസ് ക്യാൻ ട്രയം ഓവർ ക്രൂവാലിറ്റി. എത്ര വലിയ ക്രൂരതകൾ ഉണ്ടെങ്കിലും മനസ്സിന് കരുത്തുണ്ടെങ്കിൽ അതിനെല്ലാം ഓവർകം ചെയ്തു വരാം എന്നുള്ളൊരു തീമാണ് ഇതിൽ നിന്ന് നമുക്ക് മനസ്സിലാവുന്നത്. ഡിസ്പൈറ്റ് ബീങ് ട്രീറ്റഡ് പുവർലി ആൻഡ് പെൽറ്റഡ് വിത്ത് സ്റ്റോൺ, ദ ഓൾഡ് മാൻ പേഷ്യൻ്റ്ലി സർവൈവ്സ്. ഒരുപാട് പേര് കല്ലെറിയുന്നുണ്ട് അദ്ദേഹത്തെ, പക്ഷെ ഇതിൽ നിന്നൊക്കെ ആൾ എന്ത് ചെയ്യാണ്? സർവൈവ് ചെയ്ത് വരികയാണ്. അതിൽ നിന്നൊക്കെ ആള് അതിജീവിച്ച് വരികയാണ് ചെയ്യുന്നത്. ഇനി നമ്മൾ അതിലെ ക്യാരക്ടേഴ്സ്, അതുപോലെ മെയിൻ ക്യാരക്ടർ ആരാണ്, അതിനെക്കുറിച്ചുള്ള കാര്യങ്ങളൊക്കെ എഴുതണം. Characterization. The characters. Old man. He has an unconventional appearance. He is dirty, bald, toothless and has half-plucked, muddy buzzard wings. അപ്പോൾ ഇതിൽ പറയുന്നത് എന്താണ്? ആൾക്ക് മുട്ടത്തലയാന്നുള്ളത് പറയുന്നുണ്ട്. പിന്നെ ആള് ഭയങ്കര ചെളിയൊക്കെ പറഞ്ഞിരിക്കുക. അതുപോലെ അദ്ദേഹത്തിന് പല്ലില്ല. പിന്നെന്താ പറയുന്നത്? അദ്ദേഹത്തിന്റെ ഫെദറൊക്കെ ഹാഫ് പ്ലക്ഡ് എന്ന് പറഞ്ഞാൽ കുറച്ചൊക്കെ ഇങ്ങനെ പ്ലക്ക് ചെയ്ത് വലിച്ചെടുത്ത പോലെ ഇരിക്കുന്നത്, കൊഴിഞ്ഞു പോയ പോലെയൊക്കെ ഇരിക്കുന്നത്. പിന്നെ എന്താണ്? ആ മഡി ചെളിയിൽ ഇങ്ങനെ മുങ്ങിക്കെടുക്കുകയാണ് അദ്ദേഹത്തിന്റെ ചിറകുകൾ. ഹിസ് ഗ്രേറ്റസ്റ്റ് ട്രെയ്റ്റ് ഈസ് പേഷ്യൻസ്. അദ്ദേഹത്തിന്റെ ഏറ്റവും വലിയൊരു മേന്മ എന്ന് പറയുന്നത് എന്താണ്? അദ്ദേഹത്തിന്റെ ക്ഷമയാണ്. ഹി ബെയർസ് ഓൾ സഫറിങ് വിത്തൗട്ട് ഫൈറ്റിംഗ് ബാക്ക്. തിരിച്ചാരോടും അദ്ദേഹം ഫൈറ്റ് ചെയ്യുന്നില്ല. ആളെല്ലാം സഫർ ചെയ്തുകൊണ്ട് ഇങ്ങനെ ഇരിക്കുകയാണ്. ഇനി അതിലൊരു കഥാപാത്രമായിട്ട് നമുക്ക് ആരെ എടുക്കാം? സൊസൈറ്റീനെ എടുക്കാം. സൊസൈറ്റിയിൽ നമുക്ക് ഈ പെല്ലായോ അതുപോലെ എലിസൻ്റെ എല്ലാവരും വരുന്നുണ്ട് കേട്ടോ. ദ വില്ലേജേഴ്സ് റെപ്രസെന്റ് ദ നെഗറ്റീവ് സൈഡ് ഓഫ് ഹ്യൂമാനിറ്റി. ഹ്യൂമാനിറ്റിയുടെ നെഗറ്റീവ് സൈഡാണ് വില്ലേജേഴ്സ് പറയുന്നത്. കാരണം മനുഷ്യത്വം ഇല്ല, കല്ലെറിയുന്നുണ്ട്, അതുപോലെ തൂവൽ പറിച്ചു വലിച്ചെടുക്കുന്നുണ്ട്, അതിനെ എണീപ്പിക്കാൻ നോക്കുന്നുണ്ട്. അങ്ങനെ ഫുൾ ക്രൂവാലിറ്റി, ക്രൂരതകൾ. ദേ ആർ സെൽഫിഷ്, ക്രൂവൽ ആൻഡ് ലാക്ക് എംപതി. അവരോടൊരു എംപതി കാണിക്കുന്നില്ല, ഒരു സ്നേഹം കാണിക്കുന്നില്ല, പിന്നെ സ്വാർത്ഥരാണ്. പ്ലോട്ട് ഡെവലപ്മെന്റ്. ഇനി സ്റ്റോറിയിൽ എവിടെയൊക്കെയാണ് സ്റ്റോറി മൂവ്സ് എന്ന് പറഞ്ഞിട്ട് എന്നുവെച്ചാൽ ആ സ്റ്റോറി എങ്ങനെയൊക്കെയാണ് പോകുന്നത് എന്നുള്ളത് ജസ്റ്റ് എഴുതണം. അപ്പൊ നിങ്ങൾ ബിഗിനിങ് മിഡിൽ എൻഡിങ് ഒന്നും എഴുതാൻ പാടില്ല കേട്ടോ. ഞാനത് നിങ്ങൾക്ക് മനസ്സിലാവാൻ വേണ്ടി എഴുതിയിരിക്കുന്നതാണ്. നിങ്ങൾ എഴുതണം, യു ഫൈൻഡ് ദ ഓൾഡ് മാൻ ഗ്രോണിങ് ഇൻ ദ മഡ് ആഫ്റ്റർ എ ഹെവി സ്റ്റോം. വലിയൊരു കൊടുങ്കാറ്റിന് ശേഷം ആ ചെളിയിൽ ഇങ്ങനെ ഇങ്ങനെ ഇഴഞ്ഞു വരുന്നതാണ് പെലായോ കാണുന്നത്. ദ ഏഞ്ചൽ അട്രാക്ട് എ ഹ്യൂജ് ക്രൗഡ്. അങ്ങനെ പിന്നീട് ഒരു വലിയ ആൾക്കൂട്ടത്തെ തന്നെ ഈ ഒരു ഏഞ്ചൽ അട്രാക്ട് ചെയ്യാണ്, ആകർഷിക്കപ്പെടുകയാണ്. ദ ഫാമിലി ബിക്കം റിച്ച് ഫ്രം ദ അഡ്മിഷൻ ഫീ. അങ്ങനെ ഫാമിലി ആൾക്കാർക്ക് കാണാനായിട്ട് ഒരു അഡ്മിഷൻ ഫീ വെച്ചതോടുകൂടി അവർ കാശുകാരായി. വൈൽ ദ ഓൾഡ് മാൻ ഈസ് റെഗുലർലി ട്രീറ്റഡ് ലൈക്ക് എ സർക്കസിന്. എന്നാൽ ഒരു സർക്കസിലെ ഇനി
ആനിമൽസിനെ പോലെയാണ് ഈ ഒരു ഓൾഡ് മാനെ ട്രീറ്റ് ചെയ്തിരുന്നത്. പിന്നെ അവസാനം എന്തുണ്ടായി, ഓവർ ടൈം ദ ഓൾഡ് മാൻ ഗ്രോസ് ന്യൂ ഫെദേഴ്സ്. അങ്ങനെ കുറേ സമയം കഴിഞ്ഞപ്പോൾ പുതിയ പുതിയ ചിറകുകളൊക്കെ ഓൾഡ് മാൻ വന്നു തുടങ്ങി. ഹി മേക്സ് എ ക്ലംസി ഫ്ലൈറ്റ് അറ്റംപ്റ്റ് ആൻഡ് ഫ്ലൈസ് അവേ അക്രോസ് ദ സീ, ഫൈനലി ഗെയിനിങ് ഹിസ് ഫ്രീഡം. അദ്ദേഹത്തിന് സ്വാതന്ത്ര്യം കിട്ടുകൊണ്ട് ആൾ എന്ത് ചെയ്യാണ്, ക്ലംസി ഫ്ലൈറ്റ് അറ്റംപ്റ്റ് എന്ന് പറഞ്ഞാൽ അത്രയും നാൾ പറക്കാതിരിക്കുന്ന ഒരു വ്യക്തിക്ക് പെട്ടെന്ന് പറക്കുമ്പോൾ ആ പറക്കണയിൽ തന്നെ പറന്ന് പറന്ന് നോക്കിയൊരു വിചിത്രമായ പറക്കൽ എന്നാണ് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ അത് ശരിക്കുള്ള പ്രോപ്പറായിട്ടുള്ള പറക്കലല്ല, എന്നാൽ ആളിങ്ങനെ ആദ്യം പഠിച്ച് മെല്ലെ പറന്ന് അങ്ങനെ അങ്ങനെ ദൂരേക്ക് പറന്നു പോവാണ്. ഫ്ലൈസ് അവേ ക്രോസ് ദ സീ എന്ന് പറഞ്ഞ് കടലും കടന്ന ആൾ പോവാണ്, ആളുടെ സ്വാതന്ത്ര്യം കയ്യിലെടുത്ത്. ഇനി നമുക്ക് റിവ്യൂ എഴുതുമ്പോൾ അതിനൊരു കൺക്ലൂഷൻ വേണ്ടേ? അപ്പോൾ അതിനായിട്ട് എന്താ സ്റ്റോറി നമ്മളോട് പറയണേ, അത് നിങ്ങൾക്ക് എന്താണ് മനസ്സിലായത് അത് എഴുതുക. ദിസ് സ്റ്റോറി യൂസ് എ മാജിക്കൽ ഏഞ്ചൽ ടു ഷോ എ സാഡ് ട്രൂത്ത് അബൌട്ട് റിയൽ ലൈഫ്. ശരിക്കുള്ള ജീവിതത്തെക്കുറിച്ചുള്ള ഒരു സാഡ് ട്രൂത്ത് എന്ന് പറഞ്ഞാൽ എന്താ, ഭയങ്കര ദുഃഖകരമായിട്ടുള്ള ഒരു സത്യം നമ്മളെ കാണിക്കാൻ വേണ്ടിയിട്ട് ഒരു മാജിക്കൽ ഏഞ്ചലിനെ കൊണ്ടുവരികയാണ് ഈ കഥ. ദാറ്റ് ഹ്യൂമാൻസ് ക്യാൻ ബി ഗ്രീഡി. മനുഷ്യരെന്ന് പറയുന്നത് എന്തായിരിക്കാം, ഈ പൈസയോടൊക്കെ നല്ല ആർത്തിയുള്ള ആൾക്കാരായിരിക്കാം, ക്രൂവലായിരിക്കും, ക്രൂരതകൾ നിറഞ്ഞ വ്യക്തികളായിരിക്കാം, സെൽഫിഷ്, സ്വാർത്ഥരായിരിക്കാം, ടു തോസ് ഹു ആർ ഡിഫറെൻ്റ് ആയിട്ടുള്ള ആൾക്കാരോട്. ദ ഫൈനൽ ലെസൺ നമ്മൾ എന്താണെന്ന് പഠിക്കുന്നത്, ദ സ്റ്റോറി ആൻഡ് വിത്ത് ഹോപ്പ്. എന്നാൽ ഈ ഒരു കഥ പ്രതീക്ഷയോട് കൂടിയിട്ടാണ് അവസാനിച്ചിരിക്കുന്നത്. ഇറ്റ് ഷോസ് ദാറ്റ് പേഷ്യൻസ് ആൻഡ് എൻഡ്യൂറൻസ് ക്യാൻ ഹെൽപ്പ് us സർവൈവ് ടഫ് ടൈം. നമ്മൾ ആ ഏഞ്ചലിൻ്റെ ഭാഗത്ത് നിന്ന് നോക്കുമ്പോൾ ക്ഷമയുണ്ടെങ്കിൽ, അതുപോലെ എൻഡ്യൂറൻസ് എന്ന് പറഞ്ഞാൽ നമ്മൾ എന്താ പറഞ്ഞത്, എത്ര വലിയ ദുരിതങ്ങൾ വന്നാലും അത് ഓവർകം ചെയ്യാനുള്ള കഴിവിനെയാണ് പറയുന്നത്. അപ്പോൾ ടഫ് ടൈം സർവൈവ് ചെയ്യാനുള്ള കഴിവുണ്ടെങ്കിൽ, ആൻഡ് ഇറ്റ് റിമൈൻഡ് us ടു ട്രീറ്റ് വീക്ക് പീപ്പിൾ വിത്ത് ലവ് ആൻഡ് കൈൻഡ്നസ് ഇൻസ്റ്റെഡ് ഓഫ് ബീയിങ് മീൻ ടു ദം. അപ്പോൾ ഇതിൽ നമ്മൾ എന്തൊക്കെ കാര്യങ്ങളെ പഠിച്ച്, ക്ഷമ വേണം, എത്രയൊക്കെ പ്രശ്നങ്ങൾ വന്നാലും അത് ഓവർകം ചെയ്യാനുള്ള കഴിവ് വേണം. പിന്നെ ഒരു കാര്യം നമ്മളെ ഓർമ്മിപ്പിക്കുന്നുണ്ട്, റിമൈൻഡ് ചെയ്യുന്നുണ്ട്, വീക്കായിട്ടുള്ള പീപ്പിൾ, അതിപ്പോൾ വൃദ്ധരായിരിക്കാം, എന്തെങ്കിലും ഡിസബിലിറ്റി ഉള്ള ആൾക്കാരായിരിക്കാം, അവരോട് നമ്മളെപ്പോഴും സ്നേഹത്തോടും കരുണയോടും കൂടിയിട്ട് നമ്മൾ നിൽക്കണം. ഓക്കെ, അത്രയും കാര്യങ്ങളാണ് മനസ്സിലായത്. അതൊക്കെ ഇൻക്ലൂഡ് ചെയ്ത് കഴിഞ്ഞാൽ റിവ്യൂ ആയി. ഇതിപ്പോൾ ഈ റിവ്യൂ എന്നല്ല, നിങ്ങൾക്ക് ഏത് ചാപ്റ്ററിൽ നിന്ന് ഏത് റിവ്യൂ കാണിച്ചാലും നിങ്ങൾ ഈ ഒരു ഓർഡറിൽ വേണം എഴുതാനായിട്ട്. ക്ലിയർ ആയില്ലേ? 15th B, more than luck and chance, it was the German officer Wilhelm, humanity and compassion that helped Spillman overcome fear and isolation and survive the inhuman condition. Based on your reading of survivor testimony in the attic, prepare a write-up on the topic Be Humane, Make the World Beautiful. അപ്പോൾ ഇതിൽ ഇൻ ദ ആറ്റിക് എന്ന് പറഞ്ഞ ചാപ്റ്റർ നിങ്ങൾക്ക് അറിയാലോ. അറിയില്ലെങ്കിൽ നമ്മൾ ഇംഗ്ലീഷിലെ എല്ലാ ചാപ്റ്റേഴ്സും ഇതുവരെയുള്ളതെല്ലാം അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. നിങ്ങളത് വാച്ച് ചെയ്യുക. കംപ്ലീറ്റ് ആക്ടിവിറ്റീസും ക്വസ്റ്റ്യൻ ആൻസറും മലയാളം മീനിങ് ഒക്കെ കൊടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അതിനെ ബേസ് ചെയ്തിട്ട് നിങ്ങളോടൊരു റൈറ്റപ്പ് എഴുതാനാണ് പറഞ്ഞിരിക്കുന്നത്. നമുക്കതിലെ 2 കഥാപാത്രത്തിനെ പറ്റിയിട്ട് അറിയാലോ. അപ്പം സ്പിൽമാൻ അവിടുന്ന് രക്ഷപ്പെട്ടത് ഭാഗ്യം കൊണ്ട് മാത്രമാണെന്ന് പറയാൻ പറ്റില്ല. ജർമ്മൻ ഓഫീസറിന്റെ വലിയൊരു ഹെൽപ്പ് അവിടെ ഉണ്ടാവുന്നുണ്ട്. ആ കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് അറിയാം. പിന്നെ ബ്രാക്കറ്റിൽ താഴെ കൊടുത്തിരിക്കുന്ന കാര്യങ്ങൾ അത് ആ ചാപ്റ്ററിലെ ഓരോരോ സിറ്റുവേഷൻസ് ആണ് കേട്ടോ, വേറെ കൂടുതലൊന്നുമില്ല. അതെല്ലാം ഇൻക്ലൂഡ് ചെയ്തുകൊണ്ട് ഒരു റൈറ്റപ്പ് എഴുതാനാണ് പറഞ്ഞിരിക്കുന്നത്. അതിനാദ്യം നമുക്ക് ഒരു റൈറ്റപ്പിൽ എന്തൊക്കെ ഇൻക്ലൂഡ് ചെയ്യണമെന്ന് നോക്കാം. 3 ഭാഗമായിട്ട് ഒരു റൈറ്റപ്പിന് നമുക്ക് തരംതിരിക്കാം. ഫസ്റ്റ് വൺ നമ്മൾ ടൈറ്റിൽ എഴുതുന്നുണ്ട് കേട്ടോ. ഷോർട്ട് ആയിരിക്കണം, ബോൾഡ് ഹെഡിങ് ആയിരിക്കണം ഏറ്റവും ടോപ്പിൽ. പിന്നെ നമ്മൾ ഇൻട്രൊഡക്ഷൻ എഴുതാം. ഒരു 2-3 സെന്റൻസ് എന്തിനെ പറ്റിയിട്ടാണ് എഴുതുന്നത്, സ്റ്റോറീനെ പറ്റിയിട്ടാണെങ്കിൽ അത്, അല്ലെങ്കിൽ ആ ടോപ്പിക്കിനെ പറ്റിയിട്ടാണോ അത് എഴുതാം. പിന്നെ ബോഡി, 1 or 2 paragraph giving details, example and story to support your topic. എന്തിനെ പറ്റിയിട്ടാണോ നമ്മൾ റൈറ്റപ്പ് എഴുതുന്നത് അതിനെ സപ്പോർട്ട് ചെയ്യുന്ന രീതിയിലുള്ള അതിലത്തെ ആ സ്റ്റോറിയിലുള്ള എക്സാമ്പിൾസ്, അതിലുള്ള എല്ലാ ഡീറ്റെയിൽസും 1-2 പാരഗ്രാഫ് ആയിട്ട് നിങ്ങൾ ആ ബോഡിയിൽ എഴുതണം. പിന്നെ കൺക്ലൂഷൻ എഴുതുക. റൈറ്റ് 2 or 3 സെന്റൻസ് അറ്റ് ദ എൻഡ് ടു സമ്മറൈസ് ദ മെയിൻ ലെസൺ ഓർ യുവർ ഫൈനൽ തോട്ട്. നിങ്ങളുടെ അതിനെ പറ്റിയിട്ടുള്ള ആ ഒരു കഥയെ പറ്റിയിട്ടുള്ള തോട്ടോ അല്ലെങ്കിൽ അതിനെ സമ്മറൈസ് കൊണ്ട് 2-3 വാക്കുകൾ മീൻസ് 2-3 സെന്റൻസുകൾ എഴുതിക്കൊണ്ട കൺക്ലൂഷൻ നമ്മൾ നിർത്തുക. അപ്പോൾ ആദ്യം വേണ്ടത് ഒരു ഹെഡിങ്, പിന്നെ ഇൻട്രൊഡക്ഷൻ, ബോഡി, കൺക്ലൂഷൻ. ഇത്രയും കാര്യങ്ങളാണ് റൈറ്റപ്പിൽ നമ്മൾ എഴുതുക. ഇവിടെ ഞാൻ ആദ്യം തന്നെ ഒരു ഹെഡിങ് കൊടുക്കുന്നുണ്ട് കേട്ടോ. ബി ഹ്യൂമൻ, മേക്ക് ദ വേൾഡ് ബ്യൂട്ടിഫുൾ. അപ്പോൾ ആദ്യം ഒരു ഹ്യൂമാൻ ആവുക, മനുഷ്യനാവുക, എന്നിട്ട് ഈ ഒരു ലോകം മനോഹരമാക്കുക. പിന്നെ ഇൻട്രൊഡക്ഷൻ, നിങ്ങൾ ഇൻട്രൊഡക്ഷൻ എന്ന് പറഞ്ഞൊന്നും എഴുതണ്ട, നിങ്ങൾ എഴുതി തുടങ്ങിയാൽ മതി. ദ ചാപ്റ്റർ ഇൻ ദ ആറ്റിക് ഇസ് എ ട്രൂ സ്റ്റോറി ഫ്രം ദ മെമ്മോയർ ഓഫ് സ്പിൽമാൻ, എ ജൂയിഷ് പിയാനിസ്റ്റ് ട്രൈങ് ടു സർവൈവ് ഇൻ വാർട്ടോൺ വാർസോ. അപ്പോൾ ഇൻ ദ ആറ്റിക് എന്ന് പറയുന്നത് ഒരു ട്രൂ ആയിട്ട് ശരിക്കും നടന്ന ഒരു സ്റ്റോറി തന്നെയാണ്. സ്പിൽമാൻ്റെ ഓർമ്മക്കുറിപ്പിൽ നിന്നാണ് ആ സ്റ്റോറി എടുത്തിരിക്കുന്നത്. സ്പിൽമാൻ ഒരു ജൂയിഷ് പിയാനിസ്റ്റ് ആണ്, ജൂതന്മാരാണ്. ആളൊരു വാറിൽ, ഒരു യുദ്ധത്തിൽ സർവൈവ് ചെയ്യുക, അവിടെ നിന്ന് ആള് സർവൈവ് ചെയ്യാൻ നോക്കുകയാണ്, ആ യുദ്ധത്തിൽ നിന്ന് അതിജീവിക്കാൻ നോക്കുകയാണ്. ദ സ്റ്റോറി ബ്യൂട്ടിഫുള്ളി ഷോസ് ദാറ്റ് ഈവൻ ഇൻ ദ ഡാർക്കസ്റ്റ് ടൈം ഓഫ് വാർ, ഈ സ്റ്റോറി നമുക്ക് മനോഹരമായി പറഞ്ഞു തരുന്നുണ്ട്,
ഏറ്റവും വലിയ വാറിൻ്റെ ആ ഒരു യുദ്ധത്തിൻ്റെ ഏറ്റവും വലിയൊരു ഡാർക്കസ്റ്റ് ടൈമിലും ഹ്യൂമൻ കൈൻഡ്നസ് ആൻഡ് കമ്പാഷൻ ക്യാൻ ട്രയംഫ് ഓവർ ഹാട്രഡ് ആൻഡ് ക്രൂവാലിറ്റി. നമുക്ക് ഈ ക്രൂരത ഉണ്ടെങ്കിലും മറ്റുള്ളവർക്ക് വെറുപ്പും വേദനയൊക്കെ ഉണ്ടെങ്കിലും ഈ ഒരു ഡാർക്കസ്റ്റ് ടൈം ഓഫ് യുദ്ധം, ഈ യുദ്ധത്തിൻ്റെ ഏറ്റവും വലിയ ഒരു കനത്ത സമയത്തും നമുക്ക് ഒരാൾക്ക് നേരെയുള്ള കരുണയാണെങ്കിലും സ്നേഹമാണെങ്കിലും അത് മതി ഈ ഒരു ക്രൂവാലിറ്റിയുടെ നേരെയൊക്കെ വിജയിക്കാനായിട്ട്. അപ്പം എത്ര വലിയ യുദ്ധം വന്നാലും ഒരാൾക്ക് നേരെ നമുക്ക് കരുണയുണ്ട്, സ്നേഹം ഉണ്ടെങ്കിൽ എന്ത് ക്രൂരത വന്നാലും നമുക്ക് അതിനെ മറികടക്കാൻ പറ്റും. ദ കൈൻഡ്നസ് ഓഫ് വില്യം ഡ്യൂറിങ് വേൾഡ് വാർ ടു, ജർമ്മൻ ആൻഡ് ജൂയിസ് വർ ഡീപ്പ് എനിമീസ്. അപ്പം നമുക്കറിയാം ജർമ്മൻസും ജൂയിസും അതിൽ ഭയങ്കര എനിമീസ് ആണ്. എന്നാൽ വില്യം എന്ന് പറഞ്ഞിട്ടുള്ള ആള് അവിടുത്തെ ജർമ്മൻ ഓഫീസറാണ്, ആളുടെ കരുണയാണ് ആ വേൾഡ് വാർ ടൂവിൽ എടുത്ത് കാണിക്കുന്നത്. However, when the German officer William Hosenfield finds Spillman hiding, he does not arrest or kill him. അവിടെ ഹൈഡ് ചെയ്യുന്നത് തട്ടിൻപുറത്ത് നമ്മുടെ സ്പിൽമാൻ അവിടെ ഒളിച്ചിരിക്കുന്നത് ആക്ച്വലി കണ്ടു, പക്ഷെ അവനെ അറസ്റ്റ് ചെയ്യാനോ കൊല്ലാനോ പോയില്ല. ഇൻസ്റ്റഡ് ഹി ചൂസസ് ഹ്യൂമാനിറ്റി. അവിടെ അദ്ദേഹം മനുഷ്യത്വമാണ് എടുത്തത്. ഹി ട്രീറ്റ് സ്പിൽമാൻ വിത്ത് കമ്പാഷൻ. സ്നേഹത്തോടു കൂടെ അവനെ നോക്കി. ദ ഓഫീസർ സ്പീക്ക് ജെന്റ്ലി കാം സ്പിൽമാൻ ഫിയേഴ്സ് ആൻഡ് ട്രീറ്റ് ഹിം ലൈക്ക് എ ഹ്യൂമാൻ ബീങ് റദർ ദാൻ എൻ എനിമി. ഓഫീസർ ഭയങ്കര കാമായിട്ട് ശാന്തമായിട്ടാണ് സംസാരിച്ചത്. സ്പിൽമാന് പേടി തോന്നിയെങ്കിലും അവനെ അങ്ങോട്ടും ഇങ്ങോട്ടും അവരൊരു മനുഷ്യരായിട്ട് തന്നെ കണ്ടു, അവർ ശത്രുക്കളായി കണ്ടില്ല. He understand his plight. Upon learning that Spillman is Jewish, he completely understand why he is hiding in such terrible condition. അദ്ദേഹത്തിന് മനസ്സിലായി അത് ജൂയിഷ് ആയിരിക്കും, അതുകൊണ്ടായിരിക്കും അദ്ദേഹം അവിടെ ആ തട്ടിന് പുറത്ത് ഇങ്ങനെ ഒളിച്ചിരിക്കുന്നത് എന്നുള്ളത് മനസ്സിലായി. അപ്പോൾ ആ ടെറിബിൾ ആയിട്ടുള്ള കണ്ടീഷൻ, അത്രയും ആ ഒരു പേടി നിറഞ്ഞ ഒരു കണ്ടീഷൻ എന്താണെന്ന് അദ്ദേഹത്തിന് മനസ്സിലായി. ഹി സജസ്റ്റ് എ സേഫർ ഹൈഡിങ് പ്ലേസ്. അപ്പോൾ അത് മനസ്സിലാക്കിക്കൊണ്ട് അദ്ദേഹം കുറച്ചും കൂടി സേഫ് ആയിട്ട് ഒളിച്ചിരിക്കാനുള്ള ഒരു സ്ഥലം കാണിച്ചു കൊടുക്കുകയാണ് ചെയ്തത്. ഹി ഇൻസ്പെക്ട് ദ ആറ്റിക് ആൻഡ് പോയിന്റ് ഔട്ട് എ ഹിഡൻ ലോഫ്റ്റ്. ലോഫ്റ്റ് എന്ന് പറഞ്ഞാലും തട്ടിൻ പുറം തന്നെയാണ് അർത്ഥം കേട്ടോ. ദാറ്റ് വുഡ് ബി മച്ച് സേഫർ ഫോർ സ്പിൽമാൻ. സ്പിൽമാന് ഒന്നും കൂടിയും സേഫ് ആയിട്ട് ഇരിക്കാൻ പറ്റുന്ന ഒരു സ്ഥലത്തേക്ക് ഇദ്ദേഹം ചൂണ്ടിക്കാട്ടുന്നുണ്ട്. ഹി പ്രൊവൈഡ് ഫുഡ് ആൻഡ് വാംത്ത്. ഫുഡ് കൊടുക്കുന്നുണ്ട് അവന് കൊടുക്കുന്നുണ്ട്, അതുപോലെ വാംത്ത് എന്ന് പറഞ്ഞാൽ തണുപ്പിൽ നിന്ന് രക്ഷപ്പെടാനുള്ള ഒരു കോട്ടൊക്കെ കൊടുക്കുന്നുണ്ട്. ദ ഓഫീസർ റിസ്ക് ഹിസ് ഓൺ ലൈഫ് ടു റെഗുലർലി ബ്രിങ് ബ്രെഡ് ജാം. അദ്ദേഹത്തിന്റെ ജീവൻ തന്നെ അവിടെ റിസ്കിലാക്കിയിട്ടാണ് അവന് ബ്രെഡും ജാമും എന്നും കൊടുത്തത്. അത് മാത്രമല്ല, ആൻഡ് എ വാം കോട്ട് ടു പ്രൊട്ടക്ട് സ്പിൽമാൻ ഫ്രം ഫ്രീസിങ്. ഈ തണുപ്പിൽ നിന്ന് സ്പിൽമാനെ രക്ഷിക്കാൻ വേണ്ടി ഒരു ചൂട് നൽകുന്ന ഒരു കോട്ടും കൊടുത്തു. ഹി മോട്ടിവേറ്റ് ആൻഡ് എൻകറേജ് ഹിം. അവനെ മോട്ടിവേറ്റ് ചെയ്ത് അവനെ പ്രോത്സാഹിപ്പിച്ചുകൊണ്ടിരുന്നു, അവനെ എൻകറേജ് ചെയ്തു. ഹി ടെൽ സ്പിൽമാൻ ടു ഹാങ് ഓൺ. നീ ഇവിടെ തന്നെ നിൽക്കണം. ഹാങ് ഓൺ എന്ന് പറഞ്ഞാൽ ഉദ്ദേശിക്കുന്നത് നീ തോൽക്കരുത്, നീ ഇതിൽ തന്നെ ഉറച്ചു നിൽക്കണം എന്നാണ് പറയുന്നത്. കാരണം നീ തോൽക്കരുത്, നീ ജീവിക്കണം, നീ ഇവിടെ ഒളിച്ചിരിക്കണം, അങ്ങനെയൊക്കെ പറഞ്ഞു കൊടുക്കാം. ബിക്കോസ് ദ വാർ വിൽ എൻഡ് സൂൺ. കാരണം ഈ യുദ്ധം പെട്ടെന്ന് തന്നെ അവസാനിക്കും. ഗിവിംഗ് ഹിം ദ മെന്റൽ സ്ട്രെങ്ത് ആൻഡ് ഹോപ്പ് ടു സ്റ്റേ അലൈവ്. ജീവിക്കാൻ വേണ്ടിയിട്ടുള്ള ആ മെന്റൽ സ്ട്രെങ്ത്, മാനസികമായിട്ടുള്ള ഒരു കരുത്താണ് അവന് കൊടുക്കുന്നത്. ആൻഡ് ഹോപ്പ്, പ്രതീക്ഷയും കൊടുക്കുന്നു. A sense of remorse. The officer is deeply ashamed of the cruel action of his own country. അവൻ്റെ നാട്ടുകാർ ജർമ്മൻ ആൾക്കാർ തന്നെ ഈ ജൂതന്മാരെ കൊല്ലുന്നത് കണ്ടിട്ടുള്ള ആ ഒരു ക്രൂരമായ പ്രവൃത്തിയോട് അവന് തന്നെ ashamed, നാണക്കേടായിരുന്നു. ആർക്ക്? ഈ ജർമ്മൻ ഓഫീസറിന് കേട്ടോ. When Spillman asked if he is German, the officer admitted. സ്പിൽമാൻ അവന്റെ ഈ ഒരു പ്രവൃത്തി കണ്ടിട്ട്, ഈ ജൂതനെ ഹെൽപ്പ് ചെയ്യാൻ ശ്രമിക്കുന്നുണ്ട്, ഫുഡ് കൊടുക്കുന്നു, കോട്ട് കൊടുക്കുന്നു, ഇതൊക്കെ കണ്ടിട്ട് അവൻ ചോദിക്കുകയാണ് ഈ ഓഫീസർ ജർമ്മനെ അല്ലേയും ചോദിച്ചു. അപ്പൊ അവൻ അവൻ അത് അംഗീകരിച്ചു. ഞാൻ അത് തന്നെയാണ്, വിത്ത് എജിറ്റേഷൻ, വെറുപ്പോട് കൂടിയാണ് അവൻ അംഗീകരിച്ചത് അത്. ആൻഡ് നോട്ട് ഹിസ് ഡീപ്പ് എംപാരസ്മെന്റ് ഓവർ എവറിത്തിങ് ദാറ്റ് ഹാസ് ബീൻ ഹാപ്പനിങ് ഡ്യൂറിങ് ദ വാർ. ഈ വാറിൽ സംഭവിക്കുന്ന എല്ലാ ദുരിതങ്ങൾക്കും അത്രയും വെറുപ്പോട് കൂടിയിട്ടാണ് അവൻ അതിനെ എതിരായിട്ട് നിൽക്കുന്നത്. അതുകൊണ്ട് തന്നെയാണ് ജൂതന്മാരെ അവൻ സഹായിക്കുന്നതും. കാരണം മനുഷ്യൻ എന്ന പേരിലാണ് അവൻ സഹായിക്കുന്നത്. ഹിസ് ആക്ഷൻ ഷോ ദാറ്റ് ഹി വാല്യൂ ഹ്യൂമൻ ലൈഫ് ഫോർ അബവ് പൊളിറ്റിക്കൽ ബോർഡേഴ്സ് ഓർ മിലിറ്ററി ഓർഡേഴ്സ്. മിലിറ്ററി ഓർഡർ ഉണ്ടെങ്കിലും എത്ര പൊളിറ്റിക്കൽ ബോർഡേഴ്സ് വന്നാലും എത്ര വലിയ പൊളിറ്റിക്കൽ ആയിട്ടുള്ള കാര്യങ്ങൾ വന്നാലും മനുഷ്യനാണ് ഞാൻ വാല്യൂ കൊടുക്കുന്നത് എന്നുള്ള അവന്റെ പ്രവർത്തികൾ നമ്മളെ കാണിക്കുന്നത്. ഇനി നമ്മൾ അതിനൊരു കൺക്ലൂഷൻ എഴുതണമല്ലോ. The relationship between Spillman and the German officer proved that compassion has no boundaries. ഈ ഒരു സ്പിൽമാനും ജർമ്മൻ ഓഫീസറും തമ്മിലുള്ള ഒരു സ്നേഹം, അവിടെ ഒരു ഫ്രണ്ട്ഷിപ്പ് കാണിക്കുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ കമ്പാഷൻ, സ്നേഹത്തിന് അവിടെ ബൗണ്ടറീസ് ഒന്നുമില്ല, അതിർവരമ്പുകളൊന്നുമില്ല. ഇറ്റ് വാസ് നോട്ട് മിയർ ലക്ക് ഓർ ചാൻസ്. അവിടെ ഒരു ചാൻസോ ഭാഗ്യമോ അല്ല, സ്പിൽമാന്റെ ഭാഗ്യമല്ല, ബട്ട് വൺ മാൻസ് ഡിസിഷൻ ടു ബി ഹ്യൂമൻ ദാറ്റ് സേവ്ഡ് എ ലൈഫ്. ആ ജീവൻ, സ്പിൽമാന്റെ ജീവൻ രക്ഷിച്ചത് ഒരു മനുഷ്യത്വം കാണിച്ചുകൊണ്ടാണ്.
എമിഡ്സ്റ്റ് ആൻഡ് അബ്സല്യൂട്ട് നൈറ്റ്മെയർ. നമ്മളൊരു സ്വപ്നം കാണുന്ന പോലെയാണ് തോന്നുന്നത്. ഇഫ് വി ചൂസ് എംപതി ഓവർ ഹാട്രഡ് വി ട്രൂലി പോസസ് ദ പവർ ടു മേക്ക് ദ വേൾഡ് ബ്യൂട്ടിഫുൾ. നമ്മൾ എംപതി, ഹാട്രഡ് എന്ന് വെച്ചാൽ എന്താ, വെറുപ്പിന് മുകളിലായിട്ട് നമ്മൾ ഒരാൾക്ക് നേരെ എംപതി കൊടുക്കുകയാണ്, സ്നേഹം കൊടുക്കുകയാണ്, കരുണ കൊടുക്കുകയാണ്. വി ട്രൂലി പോസസ് ദ പവർ ടു മേക്ക് ദ വേൾഡ് ബ്യൂട്ടിഫുൾ. അപ്പം നമ്മൾ തന്നെ ഒരു പവർ കൊടുക്കുകയാണ് ഈ ലോകം മനോഹരമായി കാണാൻ വേണ്ടിയിട്ട്. അപ്പം ഇത്രയും കാര്യങ്ങളാണ് ഇതിൽ ഇൻക്ലൂഡ് ചെയ്യുന്നത് കേട്ടോ. ഇനിയും ഈ ക്വസ്റ്റ്യൻ പേപ്പറിൽ കുറേ ആക്ടിവിറ്റീസ് ഉണ്ട്. റിപ്പീറ്റഡ് ആയിട്ട് നിങ്ങൾക്ക് ഈ വർഷം വരുന്ന ക്വസ്റ്റ്യൻസ് തന്നെയാണ് ഇതൊക്കെ കേട്ടോ. അപ്പോൾ ഇപ്പം തന്നെ വീഡിയോ അത്യാവശ്യം ലോങ് ആയതുകൊണ്ട് ഞാൻ സെക്കൻഡ് പാർട്ടായിട്ട് ഇടുന്നുണ്ട്. സോ നിങ്ങളെല്ലാവരും വാച്ച് ചെയ്യുക. നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ നിങ്ങൾ കമൻറ്റ് ചെയ്യുക. നിങ്ങൾക്ക് ഹെൽപ്ഫുൾ ആവുക വെച്ചാൽ നിങ്ങളുടെ ഫ്രണ്ട്സിന് നിങ്ങൾ എന്തായാലും ഷെയർ ചെയ്യുക കേട്ടോ. നിങ്ങൾക്ക് എന്തെങ്കിലുമൊക്കെ മാറ്റങ്ങൾ കൊണ്ടുവരണം എന്ന് തോന്നുകയാണെങ്കിൽ നിങ്ങൾ അതും കൂടി കമൻറ്റ് ചെയ്യുക. ഓക്കെ, താങ്ക് യു.